അൽഹംദുലില്ലാഹ് സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ 8-ാം തീയതി ഒരു യാത്ര പോകുന്നുണ്ട്. ഉസ്താദ് കൂടി അതിനോടൊന്ന് അനുഗമിച്ചു കഴിഞ്ഞാൽ യാത്രയ്ക്ക് കുറച്ച് റാഹത്തുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് അവറുകളും അതുപോലെ നേരത്തെ പറഞ്ഞ ഷാഫിഖാനെയും ഒക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നെക്കൊണ്ട് കഴിയുന്ന ആളുകളെ ഞാൻ സംഘടിപ്പിക്കുകയും ഒപ്പം കൂട്ടുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന ആ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ മക്കയിൽ നിന്നും ഈ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടുന്ന് വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുമായി നാട്ടിലുള്ള ആളുകളുമായി അൽഹംദുലില്ലാഹ് എപ്പോൾ ഹറമിൽ പോയാലും സയ്യിദ് അവരുകൾ മിക്കവാറും സമയങ്ങളിൽ അവിടെ കാണാറുണ്ട്. അപ്പോഴൊക്കെ പറയും നമുക്ക് ഒന്നിച്ചൊന്ന് ഇൻഷാ അല്ലാഹ് യാത്ര ചെയ്യണം ഉസ്താദ് അവരുകൾ എന്നോടൊപ്പം ഒന്ന് കൂടണം, ഞാനും ഉസ്താദിനോടൊപ്പം വരാം, നമുക്ക് ഒന്നിച്ച് പോകണമെന്ന് ഈ കഴിഞ്ഞ ഹജ്ജ് സമയത്ത് പോലും ഉസ്താദ് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോഴാണ് ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇപ്പോൾ കാണുന്നത്. ഏത് സമയവും ഞങ്ങളും തിരക്കിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ചെയ്ത വലിയ നിഅമത്താണ് ആ പരിശുദ്ധ മണ്ണിലെത്താൻ കഴിയുക എന്നുള്ളത്. കാരണം ഇപ്പോൾ വിശദീകരിക്കേണ്ട സമയമില്ല, കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് പ്രാഥമികമായി ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇൻഷാ അല്ലാഹ് തങ്ങൾ നിങ്ങളോട് സംവദിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 15 ദിവസവും ഇവിടുന്ന് പോകുന്ന ദിവസം മുതൽ തിരിച്ച് നമ്മൾ ഈ മണ്ണിലേക്ക് എത്തുന്നത് വരെയും നമ്മൾ യാത്രക്കാരായിരിക്കും. എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിലും ഉംറയോടനുബന്ധിച്ചുള്ള വിവിധ സ്ഥലങ്ങളിലെ സന്ദർശനങ്ങളൊക്കെ ആയിട്ട് മിക്കവാറും യാത്രകളിലായിരിക്കും നമ്മളെല്ലാവരും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാക ഫതഹൻ മുബീനാ എന്ന പരിശുദ്ധ ഖുർആൻ വാക്യത്തിൽ ഈ പരിശുദ്ധമായ പഠന ക്ലാസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അവസരങ്ങളിൽ ഇടപെടാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാഗതം ആശംസിക്കുവാൻ السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله. ഏറ്റവും പ്രിയപ്പെട്ട സയ്യിദ് അവർ, ഇതിൻ്റെ എംഡി ഷറഫുദ്ദീൻ സാഹിബ്, നമ്മുടെ ഈ ഹംലയുടെ ഈ യാത്രാ സംഘത്തിൻ്റെ അമീർ മുഹമ്മദ് ഉസ്താദ്, മറ്റ് എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന എൻ്റെ സഹയാത്രികരായ സഹോദരി സഹോദരൻ, അല്ലാഹു നമ്മളെ ഒരുമിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ക്ലാസ്സിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ യഥാർത്ഥത്തിൽ സ്വാഗതം പറയേണ്ടത് ഞാനല്ല, ഞാൻ അതിഥിയാണ്, നമ്മുടെ വന്നുകൂടിയാണ്. ഇതിൻ്റെ എംഡിയാണ് യഥാർത്ഥത്തിൽ സ്വാഗതം പറയുന്നത്. എങ്കിലും തങ്ങളെ നിർദ്ദേശിച്ചപ്പോൾ എനിക്കത് തിരസ്കരിക്കാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് യാത്രയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ മനസ്സ് വെച്ചതേ ഉള്ളൂ. യാത്ര തുടങ്ങി എന്ന് തന്നെ പറയാം. പരിശുദ്ധ സൂറത്തുൽ ഹജ്ജിൽ ഒരായത്ത് മാത്രം ഞാൻ ഓതിക്കൊണ്ട് ഞാൻ നിർത്തും. ഞാൻ സാധാരണ ഉംറ യാത്രക്കാനൊക്കെ പോകുമ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒരു നസീഹത്ത് ഞാൻ സാധാരണ കൊടുക്കാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്, വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട്, അത് വളരെ അത്യാവശ്യമായതുകൊണ്ട് മാത്രം ഞാൻ അത് പറയും. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്, എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. എന്താ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം? ഒത്തിരി വിശദീകരണമുണ്ട്, ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു. നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാകണം. യാത്ര എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയുടെ ഒരു ഭാഗമാണ്. യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസമുണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. അതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം? നമ്മുടെ മനക്കരുത്ത് കൊണ്ട് മാത്രമേ അതിനെ അതിജീവിക്കാൻ കഴിയുള്ളൂ.
നമ്മൾ എല്ലാത്തിനും തയ്യാറാണ്. ദൃഢപ്രതിജ്ഞ വേണം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ട യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകേണ്ട നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആദ്യം നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ ശരീരത്തിന്റെ ആഫിയത്ത് കൊണ്ടും നിങ്ങൾ തയ്യാറാകണം. യാത്രയ്ക്ക് വേണ്ട സമ്പത്ത് കൊണ്ടും മറ്റ് സൽക്കർമ്മങ്ങൾ കൊണ്ടും എല്ലാം തയ്യാറാകണം. എന്നിട്ട് ആയത്തിന്റെ അവിടെ പറയുന്നുണ്ട്, യാത്രയുടെ തയ്യാറെടുപ്പിൽ വെച്ച് ഏറ്റവും ഹൈറായ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ തഖ്വയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആ തഖ്വ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ യാത്ര വിജയിക്കുകയുള്ളൂ. അല്ലാതെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ MD പറഞ്ഞതുപോലെ ആ പണത്തിന്റെ ഭാഗം തിരിക്കുന്നതേ ഉള്ളൂ. ഒരു രൂപയുടെ ഗുണം ചെയ്യാത്ത പണവും നമ്മുടെ നാട്ടിലുണ്ട്, നമുക്കറിയാം. അത് പണം നമുക്ക് യാത്രയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു സഹായമല്ല, ഒരു മാർഗം മാത്രമാണ്. ആരോഗ്യമുണ്ടെന്ന് പറയും, ഞാൻ എന്തും ചെയ്യുമെന്നുള്ള ഒരു ആരോഗ്യമുണ്ടെന്ന് ആൾക്കാർ പറയും. ആരോഗ്യം ഒരു നിമിഷം കൊണ്ട് എന്ത് ചെയ്യാൻ ബലഹീനമാണ്. അതും നമുക്ക് അള്ളാഹുന്ന ഒരു നിഅമത്താണ്. പിന്നെ യാത്രയുടെ മുടക്കം, യാത്രയുടെ സഞ്ചാരം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ പൊതലുകൊണ്ട് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ തന്നെ ചലിക്കേണ്ട ഒരു സഞ്ചാരമാണ് യാത്ര എന്ന് പറയുന്നത്. ഒരു നിമിഷം നമ്മളൊക്കെ യാത്ര ചെയ്ത് വന്നവരാണ്. ഒരു നിമിഷം റോഡിൽ എവിടെങ്കിലും ഒരു കല്ല് തട്ടി നിന്നാൽ ആ യാത്ര അവിടെ നിൽക്കുകയാണ്. അവിടെ ആരുടെ സഹായം വേണം? അള്ളാഹുവിന്റെ സഹായം വേണം. അള്ളാഹുവിന്റെ സഹായം വേണമെങ്കിൽ എന്ത് വേണം? തഖ്വ വേണം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് നമ്മള് ഉംറയ്ക്ക് വേണ്ടി പോകുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളും പുറവും നല്ലതുപോലെ ശുദ്ധിയാക്കണം. അതിനെക്കുറിച്ചൊക്കെ തങ്ങൾ ഉസ്താദ് പറയും, പിന്നെ നമ്മുടെ അമീർ ഉസ്താദ് പറയും. അപ്പൊ നമ്മൾ തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു മനക്കരുത്ത്, എന്തും സഹിക്കാനുള്ള ഒരു സഹിഷ്ണുത, അതാണ് യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് പ്രയാസം വന്നാലും അതിന് ഞാൻ നേരിടും. എന്റെ ലക്ഷ്യം ഇതൊന്നുമല്ല, ഈ യാത്രയുടെ സുഖസുഖങ്ങളൊന്നുമല്ല. ഞാൻ വെച്ചിറങ്ങിയിരിക്കുന്ന എന്റെ ഉംറ, എന്റെ സിയാറത്തുകള്, എന്റെ മറ്റ് സൽക്കർമ്മങ്ങള്, എനിക്ക് എന്റെ ഉദ്ദേശ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പറയാനുള്ള കാരണം എന്താണെന്നറിയാം? ഞാൻ പല യാത്രയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഉംറയ്ക്ക് തന്നെ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്, ഹജ്ജിന് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ യാത്രയിലൊക്കെ സംഭവിക്കുന്ന ഒന്ന് രണ്ട് യാത്രാനുഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് കിടക്കും. സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ പല പാപ്പമാരുടെയും ഉമ്മമാരുടെയും മക്കളാണ്. പല സ്വഭാവമാണ്, പല ശൈലിയാണ്. പക്ഷേ ഇബാദത്തിന്റെ കാര്യത്തിൽ അതൊന്നും ഒരു തടസ്സമല്ല. കൃത്യമായി നമ്മൾ ഇബാദത്തിന്റെ കാര്യത്തിൽ തീഷ്ണത പുലർത്തണം, കണിഷ്ഠത പുലർത്തണം. കൃത്യസമയത്ത് നിസ്കരിക്കണം, കൃത്യസമയത്ത് ചെയ്യേണ്ട അമലുകൾ ചെയ്യണം, കൃത്യസമയത്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറയും. അതുകൊണ്ട് ഈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സൂക്ഷ്മത, അതാണ് പ്രധാനമായും തഖ്വ. ആ തഖ്വ കൈകൊണ്ടുകൊണ്ട് അള്ളാഹു നമ്മുടെ യാത്ര, അത് കയ്യിലുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ യാത്രയെ വിജയിപ്പിക്കും. അത് യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ അനുഭവം കൊണ്ട് പറയുന്നതാണ്. തഖ്വ നമ്മുടെ കയ്യിലുണ്ടോ, സഹിഷ്ണുതയുണ്ടോ, നമ്മുടെ യാത്ര വിജയിച്ചിരിക്കും. ആരും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു ത്യാഗമാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ MD അതുപോലെ തന്നെ മുഹമ്മദ് ഉസ്താദ് ഒക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകണം. തന്നെ ഞാൻ അടിവരയിടുന്നു. യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ മുൻകരുതൽ എടുക്കണം. അതിനുള്ള ഏറ്റവും ഹൈറായ മാർഗം എന്ന് പറയുന്നത് തഖ്വയാണ്. അല്ലാഹു തഖ്വ മുറുകെ പിടിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ക്ലാസ് നയിക്കുന്ന ഉസ്താദിനും സയ്യിദ് സറാജുദ്ദീൻ തങ്ങൾ ഉസ്താദിനും നമ്മുടെ MD ഷറഫുദ്ദീൻ സാഹിബിനും പ്രിയപ്പെട്ട അമീർ ഉസ്താദിനും ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയ സഹയാത്രക്കാരായ സഹോദരി സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് അല്ലാഹു നമ്മുടെ ഇവർക്ക് ചൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلى على رسوله الكريم. أما بعد، قال الله تعالى تنزيل الحج أشهر معلومات، فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج، وما تفعلوا من خير يعلمه الله، وتزودوا فإن خير الزاد التقوى، فاتقون يا أولي الألباب.
ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ചുരുങ്ങിയ സമയം കൊണ്ട് അത്യാവശ്യമായ ഒന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്ത് പറഞ്ഞ് കേട്ട് നമുക്ക് പിരിയാം. തുടർന്ന് എല്ലാ യാത്രയിലും എല്ലാ സമയങ്ങളിലും എല്ലാ ദിവസവും പഠനാർഹമായ നസീഹത്ത് നിങ്ങൾക്കുണ്ടാകും. ഉസ്താദന്മാരും യാത്രകളിൽ മാറി മാറി നസീഹത്ത് നൽകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകണം. പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും വികാരവും വിചാരവും തന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിച്ചു. അവർക്ക് വിചാരം മാത്രമേ ഉള്ളൂ, അവർക്ക് ഒന്നും അറിയില്ല. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നൊരു കാര്യമല്ലാതെ അവർക്കൊന്നും അറിയില്ല. മൃഗങ്ങൾക്ക് വികാരം മാത്രം. ഈ ലോകത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് മരിക്കുക. ഇതിന്റെ എല്ലാം ഇടയിൽ വികാരവും വിചാരവും സമ്മിശ്രമായി തന്നുകൊണ്ട് الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا, ജീവിതവും മരണവും തന്നുകൊണ്ട് എന്നെ നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഇതിൽ ആരാണ് തന്നെ ചെയ്യുന്നത്, ആരാണ് മോശം ചെയ്യുന്നത് എന്ന് പടച്ചവൻ നോക്കുകയാണ്. ഓരോരുത്തരെയും അല്ലാഹു എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണ്. ആ കണ്ടുമുട്ടലിൽ നല്ല രൂപത്തിൽ കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ ഇൽമിന്റെ ബഹറായ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹജ്ജിനെ പറ്റിയും ഉംറയെപ്പറ്റിയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാവിധത്തിന്റെ എല്ലാം അടിസ്ഥാനം തഖ്വയാകണം. ഒരു എത്ര ഉയർന്ന ബിൽഡിങ്ങിന്റെയും ഉറപ്പ് അതിന് അടിസ്ഥാനത്തിലാണ്. അടിസ്ഥാനമില്ലാതെ എത്ര വലിയ കെട്ടിടം കിട്ടിയാലും നിലനിൽക്കില്ല. ശ്രദ്ധിസായി പറഞ്ഞതുപോലെ ഒരുപാട് പണമുണ്ടായിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ നാട്ടിലെ പ്രസിദ്ധരായ പ്രമുഖരായ പലരും മക്കയുടെ പരിസരത്തൂടെ യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. അവർക്ക് കാബ കാണാൻ അവസരം കിട്ടിയിട്ടില്ല. പല പ്രമാണികളും ഇന്നും ഹജ്ജ് ഉംറ ചെയ്യാതെ ഇവിടെ പൈസകൾ RCCയിലും മറ്റും കൊടുത്തു തീർക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്ക് അല്ലാഹു തന്നത് ഒരു ചാൻസാണ്. അല്ലാഹു തന്നിരിക്കുന്ന ഒരു അവസരമാണ്. ജീവിതത്തിൽ ഇതേവരെ സംഭവിച്ച സകല പാപങ്ങളും പൊളിച്ചടുക്കി പുതിയൊരു ജീവിതം പടുത്തുയർത്തുവാൻ വേണ്ടി തന്നൊരു അവസരമാണ്. ഈ അവസരം നമ്മൾ പാഴാക്കിയാൽ എനിക്കോ നിങ്ങൾക്കോ ഈ അവസരം കിട്ടണമെന്നില്ല. വിശുദ്ധ കഅബാലയത്തെ പടച്ചവൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലോക ജനതയ്ക്ക് വേണ്ടിയാണ്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന സകല ജനതയുടെയും പ്രപഞ്ചത്തിന്റെ ആകെ കറക്കം പരിശുദ്ധ കഅബയുടെ കറക്കത്തെ ആസ്പദമാക്കിയാണ്. പരിശുദ്ധ കഅബാലയത്തിലെ തവാഫ് നിലച്ചാൽ, പരിശുദ്ധ കഅബയുടെ അമലുകൾ നിലച്ചാൽ ലോകം നിലച്ചു പോകും, കണ്ടകടാഹങ്ങൾ നിലച്ചു പോകും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആകർഷകമായ കഅബയിലേക്കുള്ള യാത്രയെ ഞാനോ നിങ്ങളോ ഒരു നിസ്സാരമായ യാത്രയായി കാണരുത്. ഓണം വെക്കേഷന് വല്ലതും കൊടൈക്കനാല് പോകുന്നു, ഊട്ടിയിൽ പോകുന്നു, കാശ്മീരിൽ പോകുന്നു, ഞങ്ങൾ ഉംറയ്ക്ക് പോകുന്നു. നമ്മൾ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളുടെ ഭാണ്ഡങ്ങളുമായി ചുമന്നുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ പോകുകയാണ് മാപ്പ് ചോദിക്കാൻ. നമ്മൾ പോകുന്ന അല്ലാഹുവിനോട് അപേക്ഷിച്ചുകൊണ്ട് ഇതേവരെ സംഭവിച്ച ഗുരുതര പാപങ്ങൾക്ക് ഒരു പരിഹാരം അന്വേഷിക്കുവാനുള്ള യാത്രയാണ്. യാത്ര കഠോരമായ ഒരു യാത്രയായി നാം മനസ്സിലാക്കണം. വലിയ ബുദ്ധിമുട്ട് നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾക്ക് തുച്ഛമായ ഇന്നത്തെ സമയത്തിൽ മൊബൈൽ ഫോൺ എടുക്കാൻ പോകുന്ന അത്രത്തോളം പൈസ പോലും ആകുന്നില്ല ഈ യാത്രയിൽ. അൽഹംദുലില്ലാഹ്, ഒരു അവസരം നമുക്ക് വേണ്ടി ഇവിടെ സംഘാടകർ ഒരുക്കി തന്നത് സമ്പത്തില്ലാത്തവർക്കും ഹറമിലെത്താനുള്ള ഒരു അവസരമാണ്. യാത്രയിൽ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ക്ഷമ മുറുകെ പിടിക്കണം. വ്യക്തി പറഞ്ഞു 3 മണിക്ക് എത്തി, 3:30 ബഹളം വെച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ യാത്രയിൽ പോയ ഒരാളിനോട് സത്യനാണ് അമീറിനെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങളെ കൊന്നുവിടാനും ഇങ്ങനെ നിങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു 1 ലക്ഷം തന്നേരല്ലോ.
പ്രിയപ്പെട്ടവർ, നിങ്ങളെ അറിയിക്കുന്നതൊക്കെ തേനും പാലും കുടിക്കുന്നപ്പോൾ സുഖമുള്ളൊരു യാത്രയാണ്. ഇരുന്നിരുന്നിരുന്ന് മൂടെല്ലാം മരവിക്കും. ഇതിന് തയ്യാറായി ക്ഷമ പിന്നെ മനസ്സിലാക്കണം. പരിശുദ്ധ കഅബയിലേക്കുള്ള യാത്രയായതുകൊണ്ട് ആ യാത്രയ്ക്ക് വലിയ കൂലിയാണ്. ബഹുമാനപ്പെട്ട ഉലമാക്കൾ ആ സമയത്ത് ആവശ്യമായ നസീഹത്ത് നൽകും. ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് എത്തി ചോദിക്കണം, പടച്ചവനെ, ഞങ്ങൾ വലിയ ത്യാഗം ചെയ്തു വന്നവരാണ്, ഞങ്ങൾക്ക് ശരീരത്തിന് ആഫിയത്തില്ല പടച്ചവനെ, പറയേണ്ട റബ്ബിനോട് എന്തും ചോദിക്കാം. അതാണെന്ന് ചോദിക്കുന്നതിന് ഒരു നാണവും പാടില്ല, പച്ചയ്ക്ക് ചോദിക്കാം. അങ്ങനത്തെ അനുഭവം മാത്രം ഈ ക്ലാസ്സിൽ പറഞ്ഞു, അത്യാവശ്യ വിഷയങ്ങൾ പറഞ്ഞു ചുരുക്കും. പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഏകദേശം 20 വർഷം മുമ്പ് അറബിലേക്ക് പോയി. ആ യാത്രയിൽ നോമ്പ് ശരിയാണെങ്കിൽ 998 തോന്നുന്നു. ഏതായാലും പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയും ഞങ്ങളുടെ താമസവും ഈ കമലാസുരനെയും ഈ ബിൽഡിംഗ് പോലെയാണ്. ആ യാത്രയിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഹറമിലെത്തിയപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉലമാക്കളും ബഹുമാനപ്പെട്ട മഹത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തും വന്നാണെന്ന് ചോദിക്കാം. പൈസ ഇല്ല, ഒരു പൈസ പോലും കയ്യിലില്ല. പരിശുദ്ധ ഹറമിലെത്തി, പൈസ മിസ്സായി പോയി. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഇത് ചോദിക്കാൻ പറ്റിയ അല്ലാഹു ആണെന്ന് ഉറപ്പിച്ചു. നേരെ പോയി കഅബയിലേക്ക്, കഅബയുടെ പെണ്ണ് വിളിച്ചുകൊണ്ട്, കഅബയുടെ കവാടം വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവേ, പൈസ ഇല്ല, പൈസ വേണം, വിശക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ദുആ ചെയ്ത് റൂമിലേക്ക് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഇന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ വാർത്തയിൽ അറിഞ്ഞാലും പണ്ട് പാലാവൂരിൽ മനാത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ മനാത്ത് നടത്തുന്ന ബഷീർ എന്നറിയപ്പെടുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും കുടുംബവും ഒക്കെ എന്ന് ഉംറയ്ക്ക് വരികയും എന്നെ കണ്ടുകൊണ്ട്, എനിക്കറിയില്ല, വലിയ പരിചയം ഇങ്ങോട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് അനുഭവിക്കും കൊണ്ട് തന്നു. എന്നെ കാണാൻ വന്നതാകുന്നു. ആര് പറഞ്ഞ സ്വഭാവം എങ്ങനെ വന്നു? സുഭിക്ഷമായി കഴിച്ചു. എന്നിട്ട് ചോദിച്ചു, പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. അപേക്ഷത്തിന്റെ പൈസ ചോദിക്കുവാണ്. ഇത് കച്ചവടത്തിന്റെ കൊണ്ടുവന്നാന്ന് ചോദിച്ചു. അദ്ദേഹം പോക്കറ്റിൽ 300 റിയാൽ എടുത്ത് വീശി വെച്ചു. ഞാൻ ഞെട്ടിപ്പോയി. 1 റിയാൽ മതി ഒരു ഫുഡിന്. 1 റിയാൽ ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ കഴിയും. 50 റിയാലേ ഉള്ളു ചായക്ക്, 50 റിയാലേ ഉള്ളു പൊറോട്ടയ്ക്ക്. ചുരുക്കി പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ പോയി നിന്നുകൊണ്ട് എന്ത് ചോദിച്ചോ അതൊക്കെ കിട്ടിയിട്ടുണ്ട്, കിട്ടും, നമുക്കെല്ലാം കിട്ടും. അല്ലാഹു നൽകുമാറാകട്ടെ. വിശുദ്ധ കഅബാലയം കണ്ടുകൊണ്ട്, അല്ലാഹുവേ, ഞങ്ങളൊക്കെ ത്യാഗം സഹിച്ചു വന്നു, ഞങ്ങളെ നീ പാപം പൊറുപ്പിക്കാതെ മടക്കേണ്ടതിന്റെ സമയം പാപം പുറത്തേ ഞങ്ങൾ മടക്കാവൂ എന്ന് നിബന്ധന വെക്കണം. അപ്പേ ഞങ്ങളെ സ്വീകരിക്കണം. പരിശുദ്ധ ഹറമിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സമയത്തും അധമവേണം ഞങ്ങൾക്ക് വരുത്തരുത്. ഉലമാക്കൾ ആദരിക്കപ്പെടേണ്ടവരാണ്. അവരോട് ചേർന്ന് നമ്മൾ മാതാപിതാക്കളെ പോലെ, മാതാ പിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ദൈവം കഴിഞ്ഞാൽ അടുത്തവരാണ് ഗുരുവാണ്, അല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ അല്ലാഹുവിലേക്ക് എത്തിക്കാനും നന്മ പറഞ്ഞു തരാനും നമ്മൾ ഉസ്താദുമാർ ആനുകൂല്യങ്ങളാണ്. എപ്പോൾ മദ്രസ കാലം മുതൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി ഹബീബ് റസൂലുള്ളാഹി ഉലമാക്കളെ ആദരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ഉലമാക്കൾ പറയുന്നത് ശിരസാവഹിക്കണം. നമുക്കെല്ലാം പരിശുദ്ധ മദീനയിൽ നിന്നുമ്പോൾ മുഹമ്മദ് കാണാൻ കഴിയും. ശിഷ്യന്മാരായ സ്വഹാബാക്കൾ അല്പസമയം അനുസരിച്ചില്ല. അവര് നിർത്തിയ സ്ഥലത്തിൽ അല്പം ഇറങ്ങി വലിയ അപകടം സംഭവിച്ചു. ധാരാളം സഹാബത്ത് കൊല്ലപ്പെട്ടു. ചരിത്ര പുസ്തകന്മാർ പറഞ്ഞു തരപ്പെട്ടത്. അപ്പോൾ ചുരുക്കത്തിൽ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾ തയ്യാറായത് ആദ്യമായി ചോദിക്കുന്നത് അല്ലാഹുവിനെ കിട്ടാൻ, അല്ലാഹുവിനെ പൊരുത്തം കിട്ടാൻ പടച്ചവനെ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ പാപം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറല്ല. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, യാത്രയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ ആ പരിശുദ്ധ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ സമ്പത്ത് ഹലാലായിരിക്കണം. ഹറാമായ പൈസ കൊണ്ടുള്ള ഉംറയോ ഹജ്ജോ ഒന്നും അത് സ്വീകരിക്കില്ല. ഫ്ലൈറ്റിന് അല്ലെങ്കിൽ ലോൺ വെച്ചത് പണയം വെച്ചതായ പൈസകളൊന്നും ഇതിൽ ചെലവഴിക്കാൻ പാടില്ല. അതോടൊപ്പം നമ്മൾ ഈ
ഈ യാത്രയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ പൊരുത്തം കിട്ടാനുള്ള യാത്രയിൽ മറ്റ് പാലിക്കേണ്ടതായ കാര്യങ്ങൾ ഉടമസ്ഥനായ അധികമായ പടച്ചവരോടുള്ള കടപ്പാടുകൾ പൂർത്തിയാക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. കറക്റ്റായ നമസ്കാരമില്ലാത്തവരും ഉംറയ്ക്ക് പോകുന്നുണ്ട്. അപ്പുറത്തെ ഉംറയ്ക്ക് പോയി ഞാൻ പോയിട്ട് മോശമാണല്ലോ, ഉംറയ്ക്ക് പോയി ഞാൻ അങ്ങനെ പോകാതിരിക്കും. എനിക്കറിയാം, ഉന്നതിയിലെ ഒരു തഹസീൽദാർ അദ്ദേഹത്തെ ഉംറയ്ക്ക് വിളിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോഴും അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. ഞങ്ങൾ നിസ്കരിക്കാൻ പോയപ്പോൾ ഞങ്ങൾ അദ്ദേഹം പള്ളികളിൽ കാണിച്ചു നിന്നു. അദ്ദേഹത്തെ ഉംറയ്ക്ക് വിളിക്കാൻ പോയി. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വെളിയിൽ നിന്നു. ചുരുക്കി പറയുക, പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരങ്ങളെ, പള്ളി കാണാത്ത മനുഷ്യൻ അൽഹംദുലില്ലാഹ് ഉംറ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പള്ളിയിൽ ഇറങ്ങിയിട്ടില്ല. അല്ലാഹു മാറ്റം കൊടുത്തു. ഒരു ഭാഗത്തോട് അങ്ങനെ, മറുഭാഗത്ത് വേറൊരാൾ ആളെ ചോദിക്കുന്നതാരും പറഞ്ഞെടുത്തില്ല. ഒരു കുപ്പ ഉംറയ്ക്ക് വന്നതാണ്. ശരീരം അവശതയിലെത്തി ചൂണ്ടുകൂടി മദീനയിൽ വെച്ച് ഞങ്ങൾ മരിക്കുമെന്ന് വിചാരിച്ചു. 15 വർഷം മുമ്പ് യാത്രയാണ്. ഫ്ലൈറ്റ് എമിറേറ്റ്സ് ആണ്. ആ യാത്രയിൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിച്ചു. അദ്ദേഹത്തിനെ പറ്റി അടുത്ത സമയത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ അല്ലാഹുവേ പടച്ചവൻ മാപ്പാക്കിമാറാട്ടെ, അദ്ദേഹം വന്ന് ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കച്ചവടം പറയാൻ പറ്റാത്ത വസ്തുക്കളുടെ കച്ചവടമാണ്. മയക്കുമരുന്നുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന പ്രായമുള്ള മനുഷ്യൻ. അതുകൊണ്ട് പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് അല്ലാഹു സത്യമായ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ പരിശുദ്ധ ഖുർആനും നമ്മെ പരിചയപ്പെടുത്തി. ഫദ്ദൽനാസ് ബിഹജ്ജിൻ യഅതൂക റിജാലൻ അലാ സിറാമിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീൻ. ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമോട് പടച്ചവൻ പറഞ്ഞു, ഇബ്രാഹിമേ, നീ ജനങ്ങളെല്ലാം വിളിക്കുകയും പരിശുദ്ധമായ ഭവനത്തിലേക്ക്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അല്ലാഹുവേ, ഞാൻ വിളിച്ചിട്ട് എന്ത് കാര്യം? ഈ വിളിക്കാണ് യോഗ്യതയുണ്ടോ? അല്ലാഹു ഇബ്രാഹിം, നീ ത്യാഗത്തിൽ കൂട്ടപ്പെട്ട വ്യക്തിത്വമാണ്. ഈ വിളിക്ക് നിന്റെ വിളി ലോകാന്റെ മലയുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കും. ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളി ആര് കേട്ടോ, ഏത് റൂഹ് കേട്ടോ, അവരൊക്കെയും പരിശുദ്ധ ഹറമിലെത്തും, ഉംറ ചെയ്യും, ഹജ്ജ് ചെയ്യും. ഈ വിളി കേട്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു. ഈ വിളി കേട്ടവർ ഉംറയും ഹജ്ജൊക്കെ ചെയ്ത് അവിടെ തന്നെ മരണപ്പെടും. മൂന്നാമതായി ജ്ഞാനത്താക്കപ്പെട്ട ഇബ്ലീസ് വിളിച്ചു. അങ്ങനെ വിളിക്കപ്പെട്ടവർ പഴയതിനേക്കാൾ മോശമായി നാട്ടിൽ മടങ്ങിയെത്തി മോശക്കാരായി ജീവിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനികളെ, അപ്പോൾ ഹലാലായ സമ്പത്തിന് വേണ്ടി മാറ്റിവെക്കണം. നല്ലൊരു യാത്രാ സംഘത്തെ കണ്ടെത്തണം. നമ്മൾ മക്കളുമായി കുടുംബവുമായി ആലോചിക്കണം. നിന്ന നിൽപ്പിൽ വാപ്പായി കാണുന്നില്ല. മക്കൾ ഓരോരുത്തരും ചോദിക്കുകയാണ്, ഉമ്മ ആഫീസെവിടെ? മക്കളെ വാപ്പ ഉമ്മയ്ക്ക് പോയി. ശരിയായിരിക്കില്ല. അങ്ങനല്ല പോകേണ്ടത്. മക്കളെ വിളിച്ചിരുത്തി, ഭാര്യയെ വിളിച്ചിരുത്തി, കുടുംബത്തെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഇവിടെയൊക്കെ പൊരുത്തം അറിയിച്ചുകൊണ്ട് അടിമകളോടുള്ള ഇടപാടുകൾ പൂർത്തിയാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, കൂട്ടുകുടുംബ സമ്പ്രദായങ്ങൾ ആറുമാറായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നത്തിന്റെ പേരിൽ പിണങ്ങിയിരിക്കുന്നവരാകാം. ആരെങ്കിലുമായി പിണക്കമില്ലാത്തവർ കുറവായിരിക്കാം. എല്ലാവരും പിണക്കം മാറ്റണം. പരസ്പരം പൊരുത്തം ചോദിക്കാൻ കഴിയുന്നെങ്കിൽ നേരിട്ട് പോയി പൊരുത്തം ചോദിക്കണം. നേരിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഫോൺ വിളിച്ചോ, അല്ലെങ്കിൽ അതിനും പറ്റിയില്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചോ, അതിനും പറ്റിയില്ലെങ്കിൽ അവിടെ ചിന്ത വിളിക്കും, അടിച്ചോടിക്കും. ഇങ്ങനൊക്കെ പേടിയുണ്ടെങ്കിൽ ആരെങ്കിലും വഴി പറഞ്ഞയച്ചോ, പൊരുത്തം ചോദിച്ച് യാത്ര പുറപ്പെടാവും. അഭിമാന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തു തരും. പക്ഷെ അടിമകൾക്കിടയിൽ ഇടപാടുകൾ അല്ലാഹു പുറത്തു തരത്തില്ല. പരസ്പരം പൊരുത്തം ചോദിച്ചു തീർക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ മജ്‌ലിസിലുള്ള ഞാനും നാം ഓരോരുത്തരും പരസ്പരം പൊരുത്തം ചോദിച്ചു വേണം യാത്രയ്ക്ക് പുറപ്പെടാൻ, യാത്രയാകാൻ. എല്ലാം തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. യാത്രയിൽ അത്യാവശ്യങ്ങളുടെ കാര്യങ്ങൾ എന്താണ്? ഒന്നാമത്തെ ഞാൻ എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ബന്ധം ശക്തമാക്കണം. നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. നമസ്കാരം മുടക്കമുള്ളവരാണെങ്കിൽ ഈ നമസ്കാരം മുടങ്ങരുത്. ബഹുറും വസ്ത്രവും ഒരുമിച്ച് നമസ്കരിക്കുന്ന ഉമ്മാമാരാണെങ്കിൽ 3 മണിക്ക് നമസ്കരിക്കുന്ന ഉമ്മാമാർ കൃത്യം
ബാക്കിയുള്ള നിസ്കരിക്കുന്ന ശീലമാക്കി എടുക്കണം. ഒരിടത്ത് കാത്തിരിക്കും, അസ്തറിന്റെ തൊട്ടടുത്ത് നിസ്കരിച്ച് കൂട്ടത്തിൽ അസ്തം നിസ്കരിക്കും. ഡബിൾ ഓഫറാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മോചനം തരും. പുരുഷന്മാർക്കാണ് ജമാഅത്തെങ്കിലും സ്ത്രീകൾക്കും ഇൻഷാ അല്ലാഹ് അത് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വാഗ്ദാനം ചെയ്തത് ഒരിക്കലും ഒന്നും കാണാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഉംറ ചെയ്തു വന്നാൽ അവനെ പാപരഹിതനാക്കും. എങ്ങനെ? ഭൂമിയിൽ ജനിച്ച് വീണ പിഞ്ചു കുഞ്ഞിനെ പോലെ നമുക്കാകണ്ടേ? നമ്മൾ പാവങ്ങളൊക്കെ ഡിലീറ്റ് ആക്കണം. നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ ശരിയാക്കി എടുക്കും. ഒട്ടും ശരിയാക്കാതിരുന്നാൽ നമ്മൾ കടയിൽ കൊണ്ട് ചെല്ലും. അപ്പോൾ കടയിലെ പയ്യൻ പറയും, കടക്കാരൻ പറയും, ഇതൊന്ന് ഫോർമാറ്റ് ചെയ്താലും പറ്റും, നമ്പരൊക്കെ പോകും. നമ്മൾ പറയും, എന്തായാലും ഫോൺ കളയാൻ പറ്റുന്നില്ല, ഒന്ന് ഫോർമാറ്റ് ചെയ്ത് പറഞ്ഞേ പറ്റും. ചുരുക്കി പറഞ്ഞാൽ 2 ദിവസം ചെല്ലുമ്പോൾ പുതിയ ഫോണായി അല്ലേ എന്നതുപോലെ എല്ലാ പാപങ്ങളും, എല്ലാ അഴുക്കുകളും, എല്ലാ ബന്ധങ്ങളും, മോശമായ ഇടപാടൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് പിന്നെ കുഞ്ഞിനെ പോലെ മടങ്ങി വരുന്ന ഒരു പ്രക്രിയയാണ് ഉംറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉംറയിൽ വലിയ ത്യാഗം നമ്മളെ പരീക്ഷിക്കും. യാത്രയിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ദേഷ്യപ്പെട്ടു തരും. ഒരു കുപ്പ അറിയാതെ ചുമച്ചു, ഒരു കുപ്പ അറിയാതെ ചുമച്ചു, അടുത്തേക്ക് ദേഷ്യം വരും. ഇപ്പോൾ ഞാൻ കുളത്തൂപ്പുഴയിൽ ഒരു മരണ വീട്ടിൽ പോയിട്ട് വരികയായിരുന്നു. എന്റെ ശിഷ്യന്മാരായ മുസ്ലിങ്ങൾ പുറകിലുണ്ടായിരുന്നു. ഒരു ശിഷ്യൻ തലയിലൂടെ ശ്രദ്ധിച്ചിരുന്നു. ക്ഷമയോട് ഇറങ്ങുന്ന കൃത്യമായിട്ട് നിശ്ചയം. എന്നതുപോലെ യാത്രയിൽ നമ്മുടെ സഹയാത്രയിൽ നിന്നും പരസ്പരം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാകും. അതൊക്കെ നാം ക്ഷമിക്കണം. ക്ഷമിക്കാറുണ്ടാകും. സമയം വളരെ കുറവാണ്. ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ക്ഷമയാണ് നമ്മുടെ ആയുധം. എന്താണ് ക്ഷമ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ ശക്തരാകണം. എന്ന് നമ്മുടെ സഹാബാക്കൾ ചോദിച്ചാലാണ് ശക്തൻ. ശക്തനാരാണ്? ദേഷ്യം വരുമ്പോൾ അതിനെ പിടിച്ചു വയ്ക്കുന്നയാൾ, ക്ഷമിക്കുന്നയാൾ. അല്ലാഹു ക്ഷമാശീലങ്ങളുടെ കൂടെയാണ്. അതാണ് കൂടെയാണ്, ക്ഷമാശീലങ്ങളുടെ കൂടെയാണ്. അല്ലാഹു ക്ഷമിക്കാനും സഹിക്കാനും ഓർക്കാനും നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഹറമിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം അല്ലാഹുവുമായുള്ള ബന്ധം അതെങ്ങനെ തയ്യാറാക്കണം? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ പോലെ നമ്മളാകണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിഞ്ചു പ്രായത്തിൽ തന്നെ അല്ലാഹുവിനെ അന്വേഷിച്ചു, അല്ലാഹയെ പറ്റി ചിന്തിച്ചു. നമ്മുടെ മക്കളുടെ മൊബൈലിൽ എന്തെല്ലാം കാര്യങ്ങളും നാം മനഃപ്പാഠമാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് നിരത്തിൽ ഏതെല്ലാം സൈസ് കാർ ഓടുന്നു അതൊക്കെ പേര് നമ്മുടെ മക്കൾക്കറിയാം അല്ലേ? ക്രിക്കറ്റ് കളിയിൽ നിന്ന് ഇന്ത്യ പ്രതിനിധീകരിക്കുന്ന ആ താരങ്ങളെല്ലാം പേരറിയാം. അതുപോലെ സിനിമാ നടന്മാരൊക്കെ പേരറിയാം. എന്നാൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ മക്കളുടെ പേര് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് അറിയില്ല. എവിധങ്ങൾക്ക് എത്ര പെൺമക്കളായെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് അറിയില്ല. എവിധങ്ങൾക്ക് ഈ മോൻ അറിയത്തില്ല, ചോദിച്ചാൽ പെട്ടെന്ന് പറയത്തില്ല. എവിധങ്ങളുടെ മക്കൾ ആൺമക്കളുടെ പേരെന്തിയാണെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. നമ്മുടെ എല്ലാ ഉമ്മമാരായ സയ്യിദുനാ റസൂലുള്ളാഹി ഭാര്യമാരായ ഉമ്മമാരുടെ പേര് ചോദിച്ചാൽ അറിയില്ല. അവരൊക്കെ പറയും, അല്ലാഹുവേ എന്റെ ഉമ്മയാണ്, എന്റെ വാപ്പയാണ് എനിക്ക് തടസ്സം. എനിക്ക് മൊബൈൽ എടുത്തു തന്നു, ഞാൻ കളിക്കാനും എനിക്ക് ആസ്വദിക്കാനും സംവിധാനം ചെയ്തു തന്നു. ദീനിയായി എനിക്കൊന്നും പഠിപ്പിച്ചു തന്നില്ല. ഇവരെ സ്വർഗത്തിൽ വിടണ്ട, എന്നെ നരകത്തിൽ വിടാൻ പറ്റത്തില്ല, ഞാൻ നരകത്തിൽ പോകത്തില്ല. എനിക്കിവിടെ നെഞ്ചി കയറി നിൽക്കണം, ഇവരെ നരകത്തിൽ വിടണം. ഇവരാണ് എന്റെ നഷ്ടത്തിന് ഉത്തരവാദികൾ. അല്ലാഹു അതുപോലെ നടപ്പിലാക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്രാഹിം ആകാശം നോക്കിക്കൊണ്ട് സൂര്യനോട് ചോദിച്ചു, ചന്ദ്രൻ നോക്കി ചോദിച്ചു, നക്ഷത്രം നോക്കി വ്യക്തമാക്കാൻ പറയുന്നു. فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الغافلين فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم تهدني ربي لأكونن من القوم الظالمين فلما رأى الشمس بازغة قال هذا ربي
فطر السماوات والأرض حنيفا وما أنا من المشركين لما جن عليه الليل رأى كوكبا നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട് ഇബ്രാഹിം നബി വിചാരിച്ചു ഇതെല്ലാം പടച്ചവന്മാരാണെന്ന്. നക്ഷത്രം അസ്തമിച്ചപ്പോൾ ഇങ്ങനെ അസ്തമിച്ചു പോകുന്നവരെ എനിക്ക് ഇഷ്ടമല്ല, ഇതൊന്നുമല്ല എന്നെ പടച്ചവൻ. ചന്ദ്രൻ ഉദിച്ചപ്പോൾ ഇതായിരിക്കും എന്റെ പടച്ചവൻ എന്ന് ചിന്തിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചന്ദ്രനും അസ്തമിച്ചപ്പോൾ പറഞ്ഞു ഇതൊന്നുമല്ല എന്റെ പടച്ചവൻ. ഇതെന്റെ പടച്ചവനാണ്, വലിയ പടച്ചവനാണത്. പ്രപഞ്ചമാകെ പ്രപഞ്ചിക്കുന്ന പ്രപഞ്ചത്തിനാകെയും പ്രകാശം നൽകുന്ന സൂര്യനായിരിക്കും എന്റെ പടച്ചവൻ. സൂര്യൻ അസ്തമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ഇതൊന്നുമല്ല എന്റെ പടച്ചവൻ. എന്റെ എന്നെ സൃഷ്ടിച്ച രാജനായ അല്ലാഹുവിന്റെ മുമ്പിൽ അവൻ അദൃശ്യനാണ്. നീ ആകാശഭൂമികളെ സൃഷ്ടിച്ച ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന അദൃശ്യനായ പടച്ചവനാണ് എന്റെ അല്ലാഹു. അങ്ങനെ അല്ലാഹുവിനെ കണ്ടെത്തിയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആസനത്തെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന സകലമാന വിഗ്രഹങ്ങളെയും തകർത്തു. അവസാനം ഒരു വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ തൂക്കിയിട്ട് കൊടുത്തു കോടാലി. നമ്രൂദ് പിടിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ആരാണ് ഇബ്രാഹിം ഈ വിഗ്രഹങ്ങളെയൊക്കെ തകർത്തത്? തന്റെ ബിംബം നിർമ്മിക്കുന്ന പിതാവ് രാജാവിന് സ്വന്തം മകൻ വെച്ചു കൊടുത്തു. പാപ്പാ ഒരു ഉപകാരമില്ലാത്ത ഒരു ഗുണവും ചെയ്യാത്ത ഈ കല്ലിനെ അങ്ങ് ആരാധിക്കുകയും അങ്ങ് ഇതിനെ നിർമ്മിച്ചുകൊണ്ട് ജനങ്ങളെ പഴപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊന്നുമല്ല നമ്മുടെ പടച്ചവൻ. ഇതിനെയൊക്കെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ ആകെ സൃഷ്ടിച്ച അല്ലാഹു അവനൊരിക്കലും രൂപമില്ല, അവനൊരിക്കലും ദൃശ്യനല്ല. പക്ഷെ ആസർ കേട്ടില്ല. നമ്രൂദിന്റെ കോട്ടയിൽ ബഹുമാനപ്പെട്ടതിനെ പിടിച്ചുകൊണ്ടുവന്നു. നമ്രൂദിനോട് ഇബ്രാഹിം നബി പറഞ്ഞു, നിങ്ങൾ ആ വലിയ വിഗ്രഹത്തിനോട് ചോദിക്കൂ, നിങ്ങളെ കൊച്ചു ദൈവങ്ങളെ കൊന്നതാലാണെന്ന്. നമ്രൂദും കൂട്ടരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പരമവിഡ്ഢി, ഈ കല്ലെങ്ങനെ സംസാരിക്കും? ഇബ്രാഹിം നബി പറഞ്ഞു, ഞാനല്ല വിഡ്ഢി, നിങ്ങളാണ് വിഡ്ഢികൾ. ഒരു ഉപകാരമില്ല എന്ന് നിങ്ങൾ പറയുന്ന ഈ കല്ലിനെ ആരാധിക്കുന്ന നിങ്ങളാണ് വിഡ്ഢികൾ. ശരിക്കും പറഞ്ഞാൽ ശിക്ഷ വിധിക്കപ്പെട്ടു, അക്രമം ചെയ്തു. ഞങ്ങളുടെ എല്ലാ ദൈവങ്ങളെ കൊന്ന ഇബ്രാഹിമിനെ വലിയ തീക്കുണ്ടാരത്തിലിട്ട് കൊല്ലാൻ ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു. ഇബ്ലീസിന്റെ ബുദ്ധിയിൽ വലിയ തെറ്റായി ഉണ്ടാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലേക്കിടുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, ഇബ്രാഹിമേ, അതേ നബിയേ, അങ്ങേ ഞാൻ സഹായിക്കട്ടെ? തീയിലേക്ക് എഴുതപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ജിബ്രീലേ, നിന്നെ ഇവിടേക്ക് പറഞ്ഞേച്ച അല്ലാഹുവാണോ? അല്ല, എന്റെ അല്ലാഹു എന്നെ കാക്കും, എന്റെ പടച്ചവൻ എന്നെ കാക്കും. അപ്പോൾ അല്ലാഹുവിന്റെ തീരുമാനമുണ്ടായി, തണുപ്പായി മാറുന്നു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീയിൽ വന്ന് വീണു. ശരീരത്തെ സകല ചങ്ങലകളും ഊരിപ്പോയി. എല്ലാ ത്യാഗത്തിനും ബഹുമാനപ്പെട്ട പാത്രീഭൂതനായി ഉൾപ്പെടെ സകല ദുഷ്ടശക്തികളും പരീക്ഷിച്ച് ത്യാഗത്തിന്റെ തിരിച്ചുടയിൽ വളർന്നു വന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കുഞ്ഞ് ജനിച്ച സമയം അല്ലാഹുവിന്റെ അടുത്ത പരീക്ഷണം വന്നു. പരീക്ഷണമാണ് നമ്മുടെ യാത്ര, പരീക്ഷണമാണ് നമ്മുടെ ഉംറ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ക്ലാസ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുമോൻ ജനിച്ചുടനെ വാർദ്ധക്യത്തിൽ കിട്ടിയ കുഞ്ഞുമോനാണ് കുഞ്ഞുക്കള ഇബ്രാഹിം അലൈഹിസ്സലാം. പ്രിയപ്പെട്ട ഭാര്യയും കുഞ്ഞുമോനെയും കൊണ്ട് മരുഭൂമിയിൽ ഉപേക്ഷിച്ചു. തിരിച്ചു നടക്കാതെ ചോദിച്ചു. ഹാജറ എന്ന പ്രിയപ്പെട്ട സഹോദരി യുവതിയായ സാധുവായ മെരുന്നെത്തിയ ശരീരമുള്ള പാവപ്പെട്ട ആ
ആ പെൺകുട്ടി ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവേ, ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ട് കളയാൻ അങ്ങയോട് പടച്ചവൻ പറഞ്ഞതാണോ അതോ അങ്ങ് തീരുമാനിച്ചതാണോ? ഇബ്രാഹിം നബി പറഞ്ഞു, എന്റെ പടച്ചവൻ കൽപ്പിച്ചതാണ്. എങ്കിൽ എന്റെ അമ്മ എന്നെ നോക്കിക്കോളും, താങ്കൾക്ക് പോകാം. ബഹുമാനപ്പെട്ട അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, എന്റെ പിഞ്ചു കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊടുക്കാൻ എനിക്കൊന്നുമില്ല. എന്റെ മാറിനെ മുട്ടി ഇണങ്ങി ഒരിറ്റു ദാഹജലം ആ കുഞ്ഞിന് കിട്ടാതെ വഴിയുമില്ല എന്ന് സ്വന്തമായി പടച്ചോട് ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മകൻ നോക്കുമ്പോൾ ദൂരെ വെള്ളം കാണുന്നു. സന്തോഷത്തോടെ വെള്ളത്തിലേക്ക് ഓടി അടുത്തപ്പോൾ അത് വെള്ളമല്ല, സൂര്യതാപത്തിൽ മരുഭൂമിയിൽ നിന്ന് ഉയർന്ന കാനലായിരുന്നു. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ റോഡിൽ വെള്ളം കണ്ടു വരുന്നു അല്ലേ എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, കാനൽ ജലമായിരുന്നു. ബഹുമാനപ്പെട്ട ഹാജറ ബീവി നിരാശയോടെ തിരിച്ചു വന്നു. ആ മലയിൽ കയറി നോക്കി, അവിടെ ഒന്നും വെള്ളമില്ല. ദൂരെ ഒരു മല കാണുന്നു, അവിടേക്ക് 3/4 കിലോമീറ്ററോളം ഓടണം. അവിടെയും ഓടി, പല പ്രാവശ്യം ഓടി. അവസാനം റബ്ബിനോട് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹാജറ ബീവി ചോദിച്ചു, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ പുണ്യമായ നിന്റെ തീരുമാനം ഈ നിന്റെ പരിശുദ്ധമായ നാടാണ്, വലത് കമീനാണ്. നീ ഇന്ന് തീരുമാനിച്ചവിടേക്ക് വിട്ടതാണ്. നിനക്ക് എന്തെങ്കിലും ഉദ്ദേശം കാണും എന്നെനിക്കറിയാം. എന്റെ നാഥനായ പടച്ചവനെ, എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അതെനിക്ക് ഹൈറാക്കി തരണം. എന്റെ കുഞ്ഞിന് കുറച്ച് വെള്ളം വേണം. അല്ലാഹു ആ നാട്ടിൽ എന്ത് ചോദിച്ചാലും ഉത്തരം കൊടുക്കും. കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ ഒരു വലിയ ജലപ്രവാഹം രൂപപ്പെട്ടു. ഒരു വെള്ളച്ചാട്ടം അവിടെ നിന്നും പൊട്ടിപ്പുറപ്പെട്ടു. പൊന്നുമോൻ കിടക്കുന്ന ഭാഗത്തു നിന്നും ആകാശത്തേക്ക് വെള്ളം ചീറ്റിത്തെറിച്ചപ്പോൾ ഹീബ്രു ഭാഷയിൽ വിളിച്ചുകൊണ്ട് ആ പാവപ്പെട്ട യുവതി ഓടി വന്നു. അത് വീണ്ടും ലോകത്തിന് അത്ഭുതമായി ഓടിക്കിടക്കുന്ന ജലം ലോകത്തെല്ലാ ഭാഗത്തും കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സംസം നമ്മൾ കുടിക്കാൻ പോവുകയാണ്, നമ്മൾ കാണാൻ പോവുകയാണ്. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പൊന്നുമോനെയും ഭാര്യയും കാലഘട്ടത്തിൽ ഒന്നും അറിയുന്നില്ല. കുറെ നാളുകൾക്ക് ശേഷം ആ പരീക്ഷണത്തിൽ വിജയിച്ചപ്പോൾ അല്ലാഹു ഇബ്രാഹിമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇബ്രാഹിമിലേക്ക് മടക്കി. മാത്രമല്ല അല്ലാഹു വീണ്ടും പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഇബ്രാഹിമിനോട് അല്ലാഹു പറഞ്ഞു, അത് സദ്ദഖത റുഇയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നം കാണുകയാണ്. നിന്റെ മകനെ എനിക്ക് വേണ്ടി അറുക്കണം, അല്ലാഹുവിന്റെ തീരുമാനമാണ്. പൊന്നുമോനെ എനിക്ക് നീ പരിതരണം. നീ എന്റെ യഥാർത്ഥ ദാസനാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. നിരന്തരമായി സ്വപ്നം കണ്ടപ്പോൾ ഇബ്രാഹിം നബിക്ക് സംശയമായി. തീർച്ചയായും അല്ലാഹു വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു, അത് സദ്ദഖത റുഇയ, നീ കണ്ടത് സത്യം തന്നെയാണ് ഇബ്രാഹിം. അതുകൊണ്ട് നിന്നെ യഥാർത്ഥമായ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചോദിച്ചെന്താണ്? സംഭാവനയല്ല. അല്ലാഹു ചോദിച്ചു നിസ്കരിക്കാനല്ല. ഇബ്രാഹിമിനെ പരീക്ഷിച്ചെങ്ങനെയാണ്? ഒന്നാമത്തെ പരീക്ഷണം അല്ലാഹുവിനെ പറ്റി പറഞ്ഞൊരൊറ്റ കാരണമുണ്ട്. വലിയ തീകുണ്ടത്തിലേക്ക് അല്ലാഹു വിട്ടു. ആരെ കൊണ്ടിപ്പിച്ചു? നമ്രൂദിനെ കൂട്ടിനെ കൊണ്ടിപ്പിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ പരീക്ഷണം പരിപൂർണമായി ശ്രമിച്ചപ്പോൾ അല്ലാഹു തീ എന്താക്കി മാറ്റി? ഏസിയുടെ റൂമാക്കി മാറ്റി. തീ എന്താക്കി? അല്ലാഹു സുഖവാസ കേന്ദ്രമാക്കി കൊടുത്തു. രണ്ടാമതായി തന്റെ പൊന്നുമോനെ ഭാര്യ കൊണ്ട് ഉപേക്ഷിച്ചപ്പോൾ വലിയ ജനസ്രോതസ്സുള്ള വളരെയധികം കൃത്യമായ ജനങ്ങളെല്ലാം ആകർഷിക്കുന്ന ഒരു സ്ഥലം സമ്മാനമായി കൊടുത്തു. ലോകത്തിന്റെ ഹൃദയഭാഗമായ മക്കത്തുൽ മുക്കറമ കരഞ്ഞ സ്ഥലം ലോകത്തിന് സമ്മാനമായി നൽകി. മൂന്നാമതായി ബഹുമാനപ്പെട്ട നബിയോട് അല്ലാഹു പറഞ്ഞത് പ്രിയപ്പെട്ട മോനെ ബലിയർപ്പിക്കാനാണ്. വിഷമത്തോടെ ഈ വിഷയം തന്റെ ഭാര്യ അറിയിച്ചു. ഭാര്യ എടുത്ത് പറഞ്ഞപ്പോൾ സാധാരണ ഉമ്മമാർ നിങ്ങൾക്ക് ഒട്ടാണോ എന്ന് ചോദിക്കും. ആ ക്ഷമാശീലിയായ ഉമ്മ
അതിന് തയ്യാറായി അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അള്ളാഹുവിന്റെ വഴിയിൽ നമ്മുടെ ഭാരം വെല്ലുവിളിക്കാം. ഈ തീരുമാനം പൊന്നുമോനെ അറിയിച്ചപ്പോൾ പൊന്നുമോൻ പറഞ്ഞു, വാപ്പയ്ക്ക് വയസ്സായ കാലത്ത് കിട്ടിയ മോനല്ലേ ഞാൻ, അതുകൊണ്ട് വാപ്പ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണം. അതുകൊണ്ട് എന്റെ കയ്യോ കാലോ ഒക്കെ ആ സമയത്ത് ഞാൻ കിടക്കുമ്പോൾ കഴുത്ത് മുറിയുമ്പോൾ കൈയും കാലത്ത് അടിക്കും. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധ തെറ്റിയ ആ മുറിവ് നേരായ രൂപത്തിൽ നടക്കത്തില്ല. എന്റെ കൈയും കാലം കൊണ്ട് ബന്ധിക്കണം. മാത്രമല്ല അങ്ങ് എന്റെ മുഖം തിരിച്ചു വെക്കണം. കാരണം എന്റെ മുഖം കാണുമ്പോൾ അങ്ങ് ഇതൊക്കെ ചരിത്രമാണ്, നടന്ന കാര്യമാണ്. അങ്ങേക്ക് എന്റെ മുഖം കാണുമ്പോൾ എന്നോട് കരുണ വരാതിരിക്കാൻ വേണ്ടി ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പൊന്നുമോനുമായി വരുമ്പോൾ ഇബ്ലീസ് എത്തിയവരെ ഭാര്യയുടെ ഹാജരാണെന്ന് പറഞ്ഞു. കാസപ്പന്തിക്കും ബ്രേക്ക് ഇട്ടാണെങ്കിൽ നിൽക്കും. ആരും പേടിക്കും വേണം. ഇത് ഒന്ന് പറഞ്ഞെങ്കിലേ ആ ക്ലാസ് പൂർത്തിയാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഹാജരാമ്മയുടെ അടുത്ത് പറഞ്ഞു, നിന്റെ ഭർത്താവിനൊന്നും സുഖമില്ല. കർണാവാലി അമ്മ ഒരിക്കലും ആരെയും കൊല്ലാൻ പറയത്തില്ല. ആ മോനെ കൊണ്ടു ഹാജരാമി അവിടെ കിടന്ന് കല്ലെടുത്തെറിഞ്ഞു. ഇന്ന് മാറ്റുമാർ കല്ലെറിയുന്ന ഓർമ്മയിലാണ്. അവസാനം പൊന്നുമോനെ നിന്റെ കുഞ്ഞു പ്രായത്തിൽ നിന്റെ വാപ്പാവ് സുഖമില്ല, അറക്കാവുണ്ടോ, നീ രക്ഷപ്പെടാൻ നോക്കും. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ല എന്ന് ഞാൻ ഓടിച്ചു. ആരെ വലിയ താടിയുമായിട്ട് അവസാനം ഒരിക്കലും ഒരു സൃഷ്ടിയെയും ഉപദ്രവിക്കാൻ കൽപ്പിച്ചിട്ടില്ല. അങ്ങേക്ക് തെറ്റിയതാക്കാം, അങ്ങേ പിന്മാറണം. എറിഞ്ഞു, നിലയും പിടിച്ച് കല്ലെറിയുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ആ ത്യാഗത്തിലും ആ പരീക്ഷണത്തിനും തയ്യാറായി തന്റെ പൊന്നുപോലെ അറക്കാൻ വേണ്ടി കഴുത്തിലേക്ക് കത്തി വെച്ച് മുറിച്ചപ്പോൾ കഴുത്ത് മുറിച്ചില്ല. ദേഷ്യത്തിൽ അടുത്തിടുന്ന കല്ലിൽ വെട്ടിയപ്പോൾ കല്ല് പിളർന്നു പോയി. അല്ലാഹു അറിയിച്ചു, ഇബ്രാഹിം ഈ പരീക്ഷണത്തിൽ വിജയിച്ചു. നീ പകരം ഒരാടിനെ ഇറത്താൽ മതി. ഒരാടിനെ ഇറക്കി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി പരീക്ഷിച്ചു ഇബ്രാഹിം നബിയെ. എന്തെല്ലാം രൂപത്തിൽ പരീക്ഷിച്ചു. കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞിനെ, വയസ്സാകാലത്തിൽ കുഞ്ഞിനെ കൊടുക്കാൻ തീരുമാനിച്ചു. കുഞ്ഞു പ്രായം മുതലേ പരീക്ഷിച്ചു. കുഞ്ഞിനെ കിട്ടിയപ്പോൾ കളയാൻ പറഞ്ഞു. അവസാനം അതെന്നാൽ സുന്ദരമായ അവസ്ഥയിൽ ഓടിച്ചാടി നടക്കുന്ന പ്രായം കിട്ടിയപ്പോൾ അത് ബലിയർപ്പിക്കാൻ പറഞ്ഞു. ഈ പരീക്ഷണത്തിലൊക്കെ വിജയിച്ചപ്പോൾ അവസാനം പടച്ചവൻ പറഞ്ഞു, എല്ലാത്തിനും വിജയിച്ച് കൊടുക്കലല്ലേ, എനിക്ക് വേണ്ടി ഒരു പള്ളി നിനക്ക് കിട്ടാമോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അല്ലാഹ് ഞാൻ എങ്ങനെ കിട്ടും? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു, കാണുന്ന ജബൽ ഖുബൈസ് ഈ പർവ്വതത്തിൽ നിന്നും കല്ല് വെട്ടിയെടുത്തുകൊണ്ട് നീ കിട്ടിക്കോ. കിട്ടിയപ്പോൾ പിന്നെ മുകളിലോട്ട് വെക്കാൻ കല്ല് വെക്കാൻ കഴിയുന്നില്ല. അല്ലാഹ് ഉടൻ തന്നെ മഖാം ഇബ്രാഹിം എന്നറിയപ്പെടുന്ന ഒരു കല്ല് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഴി കാണിച്ചു കൊടുത്തു. അതിൽ കയറി നിന്ന് ലിഫ്റ്റ് പോലെ പൊങ്ങിയ താഴെ ചെയ്തു. ഹറമിന്റെ പണി പൂർത്തിയാക്കി. ഇന്നും കണ്ടുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് കാണാം. പണിഞ്ഞ കല്ല് മഖാം ഇബ്രാഹിം ഇന്നും അവിടെ വെച്ചിട്ടുണ്ട്. ഈ ആയാത്തുൽ ബയ്യിനാത്തുൽ മഖാം ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന. അതിൽ വേറെ ലോജിക് കൂടെ ഉണ്ട്. കാരണം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് അനുവദനീയമല്ല, അറുപത്തിലിരിക്കുകയാണ്. സ്ത്രീ പുരുഷ സംഗമം ഇസ്ലാമിൽ അനുവദനീയമല്ല. പക്ഷേ കഅബയിലെത്തുമ്പോൾ ആണും പെണ്ണും കിടന്ന് കറങ്ങുകയാണ്. കുറുക്കനും കോഴിയും കിടന്ന് കറങ്ങുകയാണ്. ഒരിക്കൽ തവാഫിൽ തോട് കുറച്ചു നേരം നോവുകയാണ്. കുറേ നേരം നോവുന്നു. ആരാധന നോക്കിയപ്പോൾ രണ്ട് ചെറുപ്പക്കാരി പെൺപിള്ളേർ തോടിൽ തൂങ്ങി തവാഫിയാണ്. അവിടെ നിന്ന് പെണ്ണും ആണും അത് ചിന്തിക്കാൻ ആർക്കും ഒരവസ്ഥയില്ല. അത് മഖാം ഇബ്രാഹിമിന്റെ പവറാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഹറമിലെത്തുമ്പോൾ നമുക്കൊരു സുന്ദരിയായ ഒരു പെണ്ണിനെ നോക്കാൻ, ഒരു സുന്ദരനായ പുരുഷനും സുന്ദരനായ പുരുഷനെ നോക്കാൻ സുന്ദരിയായ പെണ്ണിനോട് പറ്റത്തില്ല. ഇവിടെ ആർക്കും ആരുടെയും കാര്യം നോക്കാൻ പറ്റത്തില്ല. അല്ലാഹുവിന്റെ ചിന്ത മാത്രം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ മഖാം ഇബ്രാഹിം നമുക്കവിടെ പോയി കാണണം. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിഞ്ഞതിന് ശേഷം
അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം വിളിച്ചു. ആ വിളി കേട്ടവരാണ് നമ്മൾ. സ്ഥാനത്ത് കാണിക്കും ഇബ്രാഹിമിനെ കയറുന്ന പർവ്വതത്തിന്റെ കുറച്ച് ഭാഗം അവിടെ ഇപ്പോഴുമുണ്ട്. അതെല്ലാം കാണാൻ അങ്ങനെ നമ്മൾ പരിശുദ്ധ ഉംറയ്ക്ക് വേണ്ടി തയ്യാറായി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ത്യാഗത്തിന് തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാന്തരമുള്ള മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലൂടെ അവരെ ജീവിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ വസ്ത്രമാണ് പുരുഷന്മാർ ധരിക്കാൻ പോകുന്നത്. ഹാജറമ്മ ഓടിയ സഭയിലും മറവിലൂടെയും നമ്മളായിട്ട് അല്ലാഹു ഓടിക്കുകയാണ്. ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കാൻ വേണ്ടിയാണ് ഹജ്ജും ഉംറയും അല്ലാഹു വെച്ചിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ത്യാഗത്തിലൂടെ അല്ലാഹുവിനെ അനുസരിച്ചോ. എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം എന്നൊരു പഴകത പോലെ നമ്മൾ വിവാദത്തുകൾ കൊണ്ട് നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഉസ്താദുമാർ പറഞ്ഞ പോലെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അൽ ഹജ്ജ് അശ്ഹുറുൻ മഅലൂമാത്ത് വമൻ ഫറള ഫീഹിന്ന അൽ-ഹജ്ജ ഫലാ റഫത വലാ ഫുസൂഖ. നമ്മൾ ഇനി അങ്ങോട്ട് നാം കൊണ്ട് ആവശ്യങ്ങൾ പറയാൻ പാടില്ല, ഇത്തര പറയാൻ പാടില്ല, ഫസാദ് പറയാൻ പാടില്ല, അനാവശ്യക്കാരൻ നോക്കാൻ പാടില്ല. നമ്മൾ ഹറമിലേക്കുള്ള യാത്രയായി. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ എൻ്റെ അടുത്തൊരാളിങ്ങനെ ഉംറയുടെ കാര്യം ഹജ്ജിന്റെ കാര്യം പറഞ്ഞു. ഉമ്മ ഹജ്ജിന് വരുന്നു. ഉമ്മാടത്ത് ചെന്ന് കല്ലമ്മല ഭാഗത്താണ്. ഉമ്മാടത്തിന് ഹജ്ജിന്റെ മാത്രമൊക്കെ പറഞ്ഞപ്പോൾ വാപ്പ പരിഹസിച്ച് ചിരിച്ച് കാടിരുന്നുകൊണ്ട് വാപ്പ കുടിക്കുന്നത് കൂടിയ വിദേശ മദ്യങ്ങളാണ്. അദ്ദേഹം മാറിൽ പോത്തില്ല. അവിടെ ആവശ്യത്തോട് വന്ന് വിസ്മയൊക്കെ ചെല്ലി വീട്ടിലിരുന്നു. അത് ഇഹ്ലാസോടെ ക്ലാസ്സിലൊക്കെ ഒഴിച്ചാൽ ചെറുപ്പം പറഞ്ഞൊക്കെ അനുസരിച്ചാണ് വിളിക്കുന്നുണ്ട്. ഫുൾ കുട്ടിയാണ്. അങ്ങനെ അദ്ദേഹം ഈ ക്ലാസ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഒരുപാടത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് തലയാക്കാട്ട് ഇരിക്കുന്നുണ്ട്. അവസാനം ദുആയൊക്കെ ചെയ്തുകൊണ്ട് ഇറങ്ങാൻ നിർത്തി ഉമ്മ പറഞ്ഞ് പെട്ടെന്ന് പോലെ ഭക്ഷണം കഴിച്ചിട്ടേ പോകും. എനിക്കാണ് ആർപ്പാട് വിഷമം. നാടൻ ബ്രാൻഡിയൊക്കെ ഇരിപ്പുണ്ട്. എങ്ങനെ കഴിക്കും? അമ്മായി കണ്ട് കഴിക്കാതിരിക്കാനും സങ്കടം. എങ്ങനെയെങ്കിലും അല്പം കഴിച്ചിട്ടൊക്കെ ആയിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തി. രാത്രിയപ്പുറം ഫോൺ വരുന്നു. ഫോൺ വിളിക്കുകയാണ്. അതെ തത് പോയ ശേഷം പാപ്പ കരയാൻ തുടങ്ങി. പാപ്പ എന്ന് കരയാൻ തുടങ്ങി. പാപ്പ കരച്ചിലോട് കരച്ചിൽ. എന്താണ് കരയുന്ന കാര്യം? ഇത്രയും ഒരു പരിശുദ്ധമായ ഒരു കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു പ്രയസിച്ചു, ചിരിച്ചു. എനിക്കിതിന് അവസരം കിട്ടുമോ? ഇത്രയും കണ്ണുപിടിച്ച് പ്രായം 2 മുട്ടും സർജറി ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്കിനി മക്കളൊക്കെ പോകാൻ പറ്റും. ഞാൻ എന്ത് ഭാവിയാണ്? എനിക്ക് പോകാൻ പറ്റുമോ? ഉസ്താദിനോട് ചോദിച്ചു നോക്കുന്നു. മോൻ പറഞ്ഞു ഉറപ്പായിട്ടും പോകാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. പാസ്പോർട്ട് എടുത്തു. പഠനവട്ടം എന്ന സ്ഥലമാണ്. കൂടുതൽ അന്വേഷിക്കണം. അത് കണ്ടുപിടിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി പാസ്പോർട്ട് കിട്ടി. അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം കണ്ണുപിടിച്ചുകൊണ്ടിരുന്ന കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നു. കള്ളുപിടിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കസേരയിൽ തലയെ വേർച്ചിട്ട് ഇരുന്ന് നമസ്കരിക്കുന്നു. വലിയ മനോഹരമായ കാഴ്ച. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ചുരുക്കി പറഞ്ഞാൽ ആ മനുഷ്യൻ നിയത്തായി ഹജ്ജിന് വേണ്ടി തയ്യാറാകാതെ നിന്നു. ഹജ്ജിന്റെ ഒരാഴ്ച മുമ്പ് ബന്ധപ്പെട്ടു. മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. ആരായിട്ട് മരിച്ചു? ആദ്യമായിട്ട് മരിച്ചു. മുഅ്മിനി ഖൈറും മിൻ അമലിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ യാത്രക്കാരായി നമ്മൾ മരിച്ചാലും എന്തായി മരിക്കും? ഉംറക്കാരായി മരിക്കും. ഞാനൊന്നും മരിക്കത്തില്ല. നല്ല ഗ്യാരണ്ടിയുണ്ട് നമുക്കിവിടെ നിറങ്ങി ഇവിടെ വീട്ടിൽ പോകാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയുടെ ഹദ്റത്തിൽ ഒരാൾ ഇങ്ങനെ കരയുമോ? സുലൈമാൻ കരയുന്നത് എന്നെ അസ്റായിൽ നോക്കുകയാണ്. കാരണം സുലൈമാൻ നബിയുടെ സമക്ഷത്തിൽ എല്ലാ മലക്കുകളും ജിന്നുകളൊക്കെ വരാറുണ്ട്. അന്ന് വന്ന മലക്ക് അസ്റായിലായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയാവുന്നു. എന്നെ നോക്കുന്നു. അസ്റായിൽ നോക്കുന്നതിനാണ് പിടിക്കണം. നബിയെ എന്നെ ഇവിടെ നിന്ന് എങ്ങനെയാണ് മാറ്റിത്തരണം? ചുരുക്കത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹിസ്സലാം ആ എല്ലാ കഴിവും പടച്ചോടുത്ത നബിയായിരുന്നു. ഈ മനുഷ്യനെ വിദൂരത്തൊരു സ്ഥലത്ത് വിളിച്ചു. കുറെ നാളുകൾക്ക് ശേഷം അസ്റായിനോട് ചോദിച്ചു, അന്നിങ്ങനെ മനുഷ്യനെ കരഞ്ഞല്ലോ, നീ ആ മനുഷ്യനെ തുറച്ചു നോക്കിയല്ലോ, എന്താ കാരണം? നബിയെ, ആയിരക്കണക്കിന് കിലോമീറ്റർക്ക് അപ്പുറം ഉറവ് പിടിക്കുന്ന മനുഷ്യൻ അങ്ങയുടെ സമക്ഷത്തിൽ ഇരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അള്ളാഹ്ക്ക് തെറ്റുപറ്റിയതാണോ? എല്ലാവരും ഒന്ന് പോയി നോക്കാം. ഞാൻ ആ സ്ഥലത്തിൽ നോക്കിയപ്പോൾ ആ മനുഷ്യൻ മുമ്പിൽ പറന്നു നടന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ മരിക്കുന്ന സമയമായപ്പോൾ
അള്ളാഹു അവിടെ എത്തിച്ചു. നമ്മൾക്ക് ആർക്കും നമ്മുടെ മരണം എപ്പോഴെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി മുതൽ, ഈ നിമിഷം മുതൽ എല്ലാവരും ഒപ്പം തക്ബീർ നമസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. മനുഷ്യടമാണോ പ്രേമിടോ ലോണോ ഒന്നും നമുക്ക് പാടില്ല. എതിരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊക്കെ തീർക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. മനുഷ്യന്റെ ഏറ്റവും ചെറുത് സ്വന്തം ഉമ്മയെ മോശമായി സമീപിക്കുന്നതിനേക്കാൾ പാപമാണെന്ന് അതുകൊണ്ട് ത്യാഗോത്തരമായ ഒരു ജീവിതത്തിന് തയ്യാറായതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലോക മനസ്സ് ജീവിക്കുന്നത് പോലെ നന്മയിലൂടെ നമ്മുടെ മരണശേഷം കുടുംബത്തിലും ബന്ധത്തിലും നാം അറിയപ്പെടും. നമ്മുടെ കുടുംബത്തിൽ ഉപ്പാപ്പമാരുടെ പേര് ഇവിടെ പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട ശബ്ദി സാഹിബ് പറഞ്ഞു, എന്റെ ഉപ്പ ലോകത്തെ തുടങ്ങിയിരിക്കുന്ന ഷേഖ് അബ്ദുല്ലാഹ് ഫക്കീർ ഹളറമി കൊച്ചടത്ത് ബന്ധുക്കൾ ഉപ്പാനാണ്. എന്റെ ഉപ്പാപ്പമാരായി പറഞ്ഞിരിക്കുന്ന മഹത്തുക്കൾ അവിടെ നന്മയിൽ ഇന്നും അവർ ജനമനസ്സിൽ ജീവിക്കുന്നു അല്ലേ? നമ്മൾ ഇൻഷാ അല്ലാഹ് ഉംറ കൊണ്ട് നമ്മൾ എന്താണ് ഔലിയാക്കളാണ്. തയ്യാറല്ലേ? നമുക്കിനി നബിയാവാൻ പറ്റൂ? തങ്ങളെ അവരും പറ്റത്തില്ല. നമുക്ക് ആരാകാൻ പറ്റും? തങ്ങളാൻ പറ്റത്തില്ല. കുടുംബത്തിൽ കയറി ജനിക്കാൻ പറ്റില്ല, നബി ആവാൻ പറ്റില്ല. ആകാൻ പറ്റും, ആരാവാൻ പറ്റും? വിലായത്തിലെത്തിയ ഒരു ഔലിയാവാൻ പറ്റും. ഞാൻ ഔലിയാണ്, പച്ച ശാലൊക്കെ ഇട്ട് ഒരു തസ്ബീഹ് എടുത്ത് ഇങ്ങനെ അതെല്ലാം ഔലിയാണ്. അള്ളാഹുവിന്റെ ഔലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഒരാളെ കാണുമ്പോൾ അള്ളാഹുവിനെ ചിന്ത വരുന്നു. അള്ളാഹുവിന്റെ ഔലിയാണ്. അവൽ തക്ബീർ നമസ്കരിക്കുക, ഹറാം ഹലാൽ സൂക്ഷിച്ച് ജീവിക്കുക, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക, എല്ലാ തിന്മയിലും മാറി നിൽക്കുക. അവനാണ് ആര്? അള്ളാഹുവിന്റെ ഔലിയ. ഔലിയ എന്ന് പറഞ്ഞാൽ പ്രതിനിധി, അള്ളാഹുവിന്റെ പ്രതിനിധി. അള്ളാഹു കൽപ്പിച്ചത് പരിപൂർണമായി അനുസരിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഹലാലായ സമ്പത്ത് തയ്യാറാക്കി നമ്മൾ യാത്രയ്ക്ക് വേണ്ടി നാം പറഞ്ഞ പോലെ സാധനങ്ങൾ കെട്ടി തയ്യാറാക്കി. ഏറ്റവും വലിയ സാധനം എന്താണ്? തഖ്വയാണ്. എന്ത് ചെയ്താലും ഇഖ്ലാസ് വേണം. ഇഖ്ലാസോടെ നമസ്കരിക്കണം. നമ്മുടെ കയ്യിൽ 500 നോട്ടുണ്ട്. ഇത് അസ്വസ്ഥപ്പെടുന്നു. ദൂരമുള്ളവരാണ്. ഈ ഒരുമിച്ചുടനെ കബൂലാക്കുമാറാണ്. നമസ്കാരം അള്ളാഹിയാൽ 2.88 ലക്ഷം വർഷമാണ് സ്വീകരിക്കത്തില്ല. ഒരാളെ വണ്ടി കഴിച്ച് ഒരു കുഴപ്പമില്ല, തല മാത്രം കാണുന്നില്ല, ഉടുപ്പുണ്ട്, കോട്ടുണ്ട്, നിസ്കരിക്കാൻ പെട്ടെന്ന് മനസ്സിലാച്ചു. കാരണം എത്രയുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സിൽ പുസ്തകമായി പറഞ്ഞതുകൊണ്ട് യാത്രയുടനീളം അള്ളാഹുവിനെ അനുസരിച്ച് അധിഷ്ഠിതമായി പുറപ്പെടാൻ യാത്രയ്ക്ക് മുമ്പ് ശരീരത്തിൽ നീക്കേണ്ട രോഗങ്ങളൊക്കെ നീക്കണം, രജസ്സുകളൊക്കെ നീക്കി യാത്രയ്ക്ക് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കണം. 2 റക്അത്ത് നമസ്കരിച്ച് ആർക്കെങ്കിലും സാധുക്കൾക്ക് ഹദിയയും കൊടുത്ത് 2 റക്അത്ത് നമസ്കരിച്ച് ഇടതുകാല് വെച്ച് ഇറങ്ങണം. ഇടതുകാല് വെച്ച് ഇറങ്ങുന്നത് വലതുകാല് വെച്ച് യാത്രയിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് വാഹനത്തിൽ നിങ്ങളെ കൊണ്ടുപോകും. എയർപോർട്ടിലെത്തി ഉസ്താദ്മാർ എന്റെ കാര്യങ്ങൾക്ക് പറഞ്ഞു തരും. ചുരുക്കത്തിൽ പരിശുദ്ധമായ കാബാശിലേക്ക് എത്തുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉലമാക്കളും നൽകും. കാബയിലെത്തി കഴിഞ്ഞാൽ കാബ കാണുമ്പോൾ മക്കളോട് പൊട്ടിക്കരഞ്ഞ് ചോദിക്കേണ്ടതെല്ലാം ചോദിക്കണം. ആദ്യം അവസാനമായി നമുക്ക് വേണ്ടത് അവസാനം ആത്മബന്ധമാണ്, മരണമാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മക്കളോട് ചോദിക്കണം, അല്ലാഹുവേ എന്റെ ആത്മബന്ധമാക്കണേ എന്ന് ചോദിക്കണം. ചൂടിയ ഉടൻ അതുലാക്കുവാനുള്ള ശ്രമമുണ്ട്. മനസ്സിന്റെ അരികു പോലുമായിരുന്നു. ഈ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആ കാര്യങ്ങൾ നിങ്ങൾ വോയിസായി വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ബഹുമാനികളെ, നമ്മൾ ശരീരത്തിൽ നിന്നും കറക്റ്റ് 5:30 ക്ലാസ് നമ്മളുടെ ശരീരത്തിൽ നിന്നും
സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും നീക്കേണ്ടതായ നഖങ്ങളും രോമങ്ങളും രോമങ്ങളും കക്ഷരോമവും ഇതൊക്കെ നീക്കണം. എന്നാൽ താടിയും കൂടെ നീക്കിയേക്കണം. താടി വളർത്തേണ്ട രോമമാണ്. ഹബീബായ റസൂലുള്ളാഹി അങ്ങനെ അത്തരത്തിലൊരു സഹാബി താടി വടിച്ചിട്ട് ചെന്നു. ഒരു രോമം ഉണ്ടായിരുന്നുള്ളൂ. നബിതങ്ങൾ ചിരിച്ചു. സഹാബിക്ക് നാണക്കേടായി. നബി കളിയാക്കിയെന്ന് വിചാരിച്ചു. രണ്ടാമത് റസൂൽ മുഖം തിരിച്ചു കളഞ്ഞു. ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു, നേരത്തെ ഒരു ഹൂറിൽ അതിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു, ഇപ്പോൾ അതിനെ നശിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ മുഖം തിരിച്ചത്. പുരുഷന്മാർ ദാടി പഠിക്കൽ 4 മതങ്ങളിലും ഹറാമാണ്. ഒരു ഉമ്മയിലൂടെ നമ്മൾ പുരുഷന്മാർ ദാടി വെക്കണം. അയാളെ അടിച്ചു പോകുന്നുണ്ടെങ്കിൽ കുറച്ചിലൊക്കെയാണ് കുറച്ച് സഹിച്ച് ത്യാഗത്തിന് തയ്യാറായി ദാടി വെക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കി മാറട്ടെ. കയ്യിലെ കാലിലെ അഴുക്ക് രോഗങ്ങളൊക്കെ നീക്കിക്കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുടുംബക്കാരെയൊക്കെ വിളിക്കണം. എല്ലാവരും പരസ്പരം വിളിച്ച് ഫോണിൽ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിച്ചോണം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പള്ളിയിൽ എഴുന്നേറ്റ് പറയും, ഞാൻ പക്കത്ത് മുതൽക്കൊക്കെ നാണക്കേടാണ്. പണ്ടാളുകൾ ഇഹലാസോടെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്കിത് കുറച്ചിലാണ്. പറയേണ്ടവർക്കൊക്കെ പറയണം. കാരണം ഇന്ന് പൈസ ഉണ്ടായിട്ടൊക്കെ ഒന്നരയ്ക്ക് പോകാതെ ഇരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനം നമ്മൾ കാരണം ഉണ്ടാകണം. പക്ഷെ നാട്ടിൽ അറിയിക്കണതൊക്കെ പറയണം. പൊങ്ങച്ചം വരാൻ പാടില്ല. ഒന്നരയ്ക്ക് പോവാണ്. മാത്രമല്ല നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ പറയും, നിങ്ങൾ ദ്വാ ചെയ്യണേ. നമ്മൾ ദ്വാ കൊണ്ട് തീർച്ചയായും അവർക്കുള്ള പ്രയോജനം ഉണ്ടാകും. കാബ ശരീഫിൽ ഒരു അടിമ ചെന്ന് ചോദിച്ചാൽ ഒരിക്കലും കിട്ടാതിരിക്കത്തില്ല. ഒരു കല്യാണം നടക്കുകയാണ് അല്ലേ? നമ്മളിപ്പോഴത്തെ കഹവ ഹോട്ടൽ അവിടെ ചെന്ന് 5 ബിരിയാണി പൈസയില്ല തരൂ. ഒരു ശരീരമോടെ ഒരു 10 ബിരിയാണി ചെയ്താ ഒന്നുമില്ല, പൈസ ഇല്ല, തരൂ. ചിലപ്പോ കിട്ടിയേക്ക് അതൊരു സാധ്യത കുറവാണ്. ഒരു കല്യാണം നടക്കുവാണ്, ഒരു പാത്രം അടിച്ച ഒരു ബിരിയാണി തരാതിരിക്കുമോ? ഉറപ്പായിട്ടും കിട്ടത്തില്ല. എന്നതുപോലെ കഅബ ശരീഫിൽ ചെന്നാൽ ഒരടിമ എടുത്തു കളയത്തില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് പരിശുദ്ധ കഅബാലയത്തിൽ ദുആ ചെയ്യണം. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരോടും യാത്ര ചോദിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹറമിലേക്ക് പുറപ്പെടാൻ വേണ്ടി മാനസികമായി തയ്യാറാകണം. ശാരീരികമായി തയ്യാറായി മാനസികമായി തയ്യാറാവുന്നത് എങ്ങനെയാണ്? ഇതിന്റെ അവസാനത്തെ യാത്രയാണ്. ഇങ്ങനെ പഴയ ആൾക്കാരെയൊക്കെ കപ്പലിൽ തുണിയൊക്കെ കെട്ടിക്കൊണ്ടുപോയിരുന്നു, പേയത്തിന്റെ തുണി എന്നതുപോലെ ഞാൻ തിരിച്ചു വരത്തില്ല, എന്റെ അവസാനത്തെ യാത്രയാണെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലായിടത്തും പൊരുത്തം ചോദിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലെങ്കിലും പൊരുത്തം ചോദിച്ച് നേരത്തെ ഒരു ഹദിയൊക്കെ കൊടുത്ത് നമ്മൾ എഴുതുകാരൻ ഇറങ്ങണം. വാഹനത്തിൽ കയറുമ്പോൾ ആരെയും കൊണ്ട് ബാങ്ക് വിളിപ്പിക്കണം. ഒരു ബാങ്ക് വിളിപ്പിക്കണം. 2 റക്അത്ത് നമസ്കരിക്കണം. യാത്രയ്ക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഫാത്തിഹയ്ക്ക് ശേഷം രണ്ടാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം എന്ന സൂറത്ത് ഓതിക്കൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് വാഹനത്തിൽ കയറുന്നു. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നെടുമ്പാശ്ശേരിയാണ്. കരുനാഗപ്പള്ളി വരേക്ക് അവിടെ നിൽക്കണം. വാഹനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മാമാരെ നിങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടത്, ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടാകാം. ഈ മരുന്നിൽ ചിലപ്പോൾ ഗവൺമെന്റ് നിരോധിച്ച മരുന്നൊക്കെ കാണും. അത് നമ്മൾ ചിലപ്പോൾ അറിയാതെ മരുന്ന് വെച്ചേക്കും. ഗവൺമെന്റ് ബാൻ ചെയ്ത മരുന്നാണെങ്കിൽ അപ്പോഴേ കൊണ്ടുപോകും. എല്ലാം കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലൊരു സഹോദരൻ യാത്രയ്ക്ക് വേണ്ടി വന്നു. അദ്ദേഹത്തെ ഉറക്കെല്ലാം ഗൾഫിൽ പോകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അയൽവാസി പെട്ടെന്ന് അച്ചാർ കൊണ്ട് കൊടുത്തു. ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. ആവശ്യമില്ലാത്ത പണി, അച്ചാറൊക്കെ അവിടെ കിട്ടുമല്ലോ, എന്തായാലും ഇത്രയും കൊണ്ടുപോകണ്ട, കുറച്ചുകൊണ്ടാൽ മതി. ഭാര്യ അച്ചാറൊക്കെ പൊട്ടിച്ചപ്പോ അതിനകത്ത് ചെറിയൊരു കുട്ടി മയക്കുമരുന്ന്. അത് പിടിച്ചാൽ തല വെട്ടു. അതുകൊണ്ട് ആരും ഒരാളുടെ ഈ ഗ്രൂപ്പിൽ അൽമദീന ഗ്രൂപ്പിൽ എന്നാൽ ഓരോ ഗ്രൂപ്പിലും ആരും അയൽവാസികളുടെ സാധനം ചുമക്കാൻ തയ്യാറാക്കുന്നു. ഞങ്ങൾക്ക് ആർക്കും പൊരുത്തമല്ല, ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഒരിക്കലും എന്നെ അറസ്റ്റ് ചെയ്തോട്ട് പോയി. എല്ലാ നാളത്തെ 7-ാം നിലയിൽ എയർപോർട്ടിൽ 7 നിലയുണ്ടെന്ന് ആർക്കേണ്ടതില്ല കൊണ്ടുപോയി മൊത്തം ദേവത്തെ പരിശോധിച്ചു. ഞാൻ എന്തിനാ, എന്റെ ഒന്നുമില്ല, നിങ്ങളല്ലേ അറിയുന്നത്. ഞാൻ നോക്കി ഉമ്മുമ്മോടെ കരഞ്ഞോണ്ടിരിക്കും. ഉമ്മുമ്മാരെ പിടിച്ച് ഉമ്മുമ്മാടെ അമീനെ നേരെ പിടിച്ച് ശരിക്കും പറഞ്ഞ ഉമ്മുമ്മാടെ ബാഗ് മൊത്തം മോട്ടറുണ്ട്. അതാണ് മോട്ടർ, സ്പെയർ പാർട്സ്. എന്തൊക്കെയോ അവരെ മിസൈൽ ഉണ്ടാക്കുന്ന സ്പെയർ പാർട്സ് ആണ്. സാധാരണ ഉമ്മാക്ക് പറയാനും അറിയത്തില്ല. ഞാൻ പിന്നെ ഒരു പരുവത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. നാട്ടിലേതോ മെഷീനിൽ ഉപയോഗിക്കാനുള്ള സ്പെയർ പാർട്സ് മോൻ ഉമ്മാടെ കെട്ടിക്കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പാവപ്പെട്ട വയസ്സായ ഉമ്മാടെ ഈ സ്പെയർ പാർട്സുമായിട്ട് എയർപോർട്ടിൽ പിടിച്ച് അവരെ കൊണ്ടുപോയി. അത് കാരണം നമ്മളെ പിടിച്ചോണ്ട് നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി കൊടുത്താൽ വന്നത്. അതുകൊണ്ട് ആരും ഒരു കാരണവശാലും
വേറെ ആളെ സാധനം ഇതൊക്കെ ക്ലാസ് വേണ്ട, ഇതിന്റെ ക്ലാസ് വെക്കുന്ന മെയിനായിട്ട് പരസ്പരം തന്നെ ലഗേജ് കൊടുത്ത് സഹായിക്കാൻ നിൽക്കേണ്ട. ആരും ഒരു കാരണവശാലും ഇങ്ങോട്ട് ഗൾഫ് പ്രവാസികളുടെ ലഗേജ് കൊണ്ടുവരാൻ തയ്യാറാക്കുന്നത് കേട്ടാ. കാരണം നിങ്ങൾക്ക് തുറന്നു പറയുകയാണ്, സംസം പോലും നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുള്ള അവസ്ഥയാണ് പുസ്തകം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് വേറെ ആളുടെ സാധനങ്ങൾ വാങ്ങുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഹറമിൽ നമ്മൾ പോകുമ്പോൾ അവിടെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും ചൈനീസ് കളിപ്പാട്ടങ്ങൾ അതിനേക്കാൾ വിലവെച്ചൊക്കെ കിട്ടും. അവിടെ നിന്ന് കൊണ്ടുവരാൻ അജുവ അതുപോലെ സംസം അമൂല്യമായ പുസ്തകം കൊണ്ടുവരാം. അല്ലാതെ ആവശ്യമില്ലാതെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അങ്ങനെ പരിശുദ്ധമായ ഹറമിലേക്ക് പുറപ്പെട്ട് ഒരു വിമാനത്തിൽ കയറുമ്പോൾ എമിഗ്രേഷൻ എന്നൊരു പരിപാടിയുണ്ട്. എമിഗ്രേഷൻ നമ്മുടെ ശരീരമൊക്കെ പരിശോധിക്കും, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ പരിശോധിക്കും, നമ്മുടെ ബാഗൊക്കെ പരിശോധിക്കും. എല്ലാം പരിശോധിച്ച ഉമ്മ വരുവാണ്. ഉമ്മ നമ്മുടെ പാസ്പോർട്ട് എടുത്ത് മോനെ കൊടുത്ത് ഞാൻ പഠിക്കാൻ മറന്നുപോയി. എമിഗ്രേഷനിൽ പാസ്പോർട്ട് വാങ്ങിച്ച് ഉമ്മ പാസ്പോർട്ട് ടിക്കറ്റ് എല്ലാം പറഞ്ഞു വന്നു. പിന്നെ പാവമായിട്ട് എങ്ങനെയെങ്കിലും ചോദിച്ച് യാചിച്ച് പോയി വാങ്ങിച്ചു. വേറെ ഉമ്മയോട് വെച്ച് പറയാം, പാസ്പോർട്ട് പോലെ കറങ്ങുന്ന സ്ഥലത്തിൽ വെച്ച് മറന്നുപോയി. അതുകൊണ്ട് പിന്നെ എല്ലാ എയർപോർട്ടിൽ കയറി അങ്ങ് വന്നു. ബസ്സിൽ ആദ്യമായിട്ട് പാട്ടൊക്കെ പാടി റൂമിലെത്തിയപ്പോൾ പോലെ ബാഗ് എടുക്കാൻ പോലെ അവിടെ നിന്നുണ്ട് എയർപോർട്ട് ഉണ്ടായിരുന്നു. തുണിയും മരുന്നും ഒക്കെ അവിടെ കിടക്കും. ഞങ്ങള് പാടുപെട്ട് പോയി എടുത്തു കൊടുത്തു. അതൊന്നും നടക്കത്തില്ല, ദമാമനം തിരിച്ചു പോയി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ലഗേജുകളും ആ എല്ലാ സൂക്ഷ്മതയോടുകൂടി ഇവിടെ വെച്ച് പരിശോധിച്ച് ബാഗിൽ ഒരു കാരണവശാലും ബ്ലേഡ് കത്രിക ഒന്നും ഇടാൻ പാടില്ല. നമുക്ക് അവിടെ വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ടൊക്കെ ആവശ്യമില്ല അച്ചാറും അവലൂസുമാവൊന്നും കൊണ്ടുവരില്ല. അങ്ങനെ കൊണ്ടുവരണം നിർബന്ധമാണെങ്കിൽ 1 കിലോ കണ്ടിപ്പരിപ്പ് വാങ്ങിച്ചു കുഴപ്പമില്ല, കൊടുക്കും. അല്ലാതെ ആവശ്യമില്ലാതെ അതൊക്കെ വാങ്ങി വേസ്റ്റാണ്. നിങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണമാണ് അതിൽ കഴിച്ചാൽ മാത്രം മതി. അത്രയ്ക്ക് ആവശ്യമുള്ള പോലെ ഫുഡ് പൊരിച്ചതും അവിയലും തോരനും ഇടയ്ക്ക് 10 മണിക്ക് കഞ്ഞിയും വിശാലമായ ഭക്ഷണമുണ്ട്. അപ്പൊ ഇതൊക്കെ അവിടെ ലാഭമായിട്ട് അങ്ങനെയൊക്കെ ഇതുകൊണ്ട് പരമാവധി നമ്മൾ ലഗേജുകൾ കുറച്ചുകൊണ്ട് പോയാൽ സന്തോഷമായി നമുക്ക് തിരിച്ചു തരാം. ലഗേജുകൾ പരമാവധി കുറയ്ക്കുക. 10 റിയാൽ കൊടുത്ത പുരുഷന്മാർക്കുള്ള ഹബീസ് കിട്ടും. 10 റിയാൽ കൊടുത്ത 220 രൂപ കൊടുത്താൽ ഉമ്മമാർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു പർദ്ദ വാങ്ങിക്കാൻ കിട്ടും. എന്നാൽ അത് മാത്രം പ്രതീക്ഷ പോകണ്ട. വസ്ത്രങ്ങളും ഒക്കെ കുറഞ്ഞ രീതിയിൽ, ചെലവ് കുറഞ്ഞ രീതിയിൽ ഇൻഷാ അല്ലാഹ് യാത്രയ്ക്ക് സംവിധാനങ്ങൾ ചെയ്തതുപോലെ എല്ലാത്തിനും മിതത്വം പാലിക്കുക. ചെറിയ സംവിധാനങ്ങളുമായി എത്തുക. ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ഒന്നും കൊണ്ടുവരണ്ട. ചിലർക്ക് അറിയാതെ നമ്മുടെ ആവശ്യമുള്ള കൊണ്ടും പ്ലേറ്റ് കപ്പ് ഗ്ലാസ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് തരാം. അങ്ങനെ എമിഗ്രേഷനിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പിടിച്ചു നിർത്തും. ഞങ്ങളൊക്കെ ഈജിപ്തിൽ പോയ വഴിക്ക് ഇസ്രായേൽ എയർപോർട്ടിൽ പിടിച്ചു നിർത്തി. ഒരു തെറ്റ് ചെയ്തില്ല, 3 പേരെ പിടിച്ചു നിർത്തി. ഭാര്യയും വിട്ടു. ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടറെയും കാലയാത്രകളെ പിടിച്ചു നിർത്തിയിട്ട് അവരിങ്ങനെ ഞങ്ങൾ നോക്കുവാണ്. എന്തിനാ ഇസ്രായേൽ ജൂതന്മാര് എന്തിനാ നോക്കുന്നത്? നമ്മൾ പ്രതിഷേധിക്കാൻ വേണ്ടി നമ്മൾ ബഹളം വെച്ച് അവിടെ അറസ്റ്റ് ചെയ്യണം. ഒരു കാര്യമില്ല. അത് കുറെ നേരം നോക്കും. ഞങ്ങൾ ആദ്യമേ ക്ലാസ് എടുത്തു. നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി പല വൃത്തികെട്ട പണിയും കാണിക്കും. ഒരാവശ്യവുമില്ലാതെ പിടിച്ചു നിർത്തി 6 മണിക്കൂർ. അപ്പൊ അദ്ദേഹത്തിന് ഭാര്യ നിലവിളി തുടങ്ങി. അദ്ദേഹത്തിനെ കൊണ്ടുപോകും, ഇത് അറസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, നമ്മളിത് അവർ പരീക്ഷിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളവിടെ വെപ്രാളം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എല്ലാ വിവരങ്ങളും തിരക്കും. അടുത്ത പോലീസ് സ്റ്റേഷനിലെ റിപ്പോർട്ട് വന്നിട്ട് നമ്മൾ വിടുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അവരെന്തോ ചെറിയൊരു വെപ്രാളം കാണിച്ചു. ഇവിടെ നാട്ടിലെ അവിടെ പോലീസ് സ്റ്റേഷനിലെ കംപ്ലീറ്റ് റിപ്പോർട്ട് എടുത്ത് ഓക്കെ ആയതിനു ശേഷമാണ് പുറത്തിറങ്ങി. പക്ഷേ പരിശുദ്ധമായ മക്കത്തിൽ പൊക്കറൊന്നുമില്ലാന്ന് വിചാരിക്കട്ടെ. അവിടെയുണ്ട് ചില നമ്മളെ വിരല് പതിയത്തില്ല. അപ്പോഴേ ഞാൻ പറയാം ഈ ഗ്രൂപ്പ് വിരലുന്നു, ഉസ്താദ് ശരിയല്ല. അതുകൊണ്ടാണ് നമ്മുടെ വിരലിന് തമ്പ് പതിയാത്ത ഉസ്താദ് കുഴപ്പമാണോ? അല്ല. അപ്പോൾ തുടങ്ങി ഉസ്താദെ ചീത്ത വഴി, ഗ്രൂപ്പിൽ എത്ര വഴി പാടില്ല. പാസ്പോർട്ടിൽ അരയ്ക്കുമ്പോൾ പാസ്പോർട്ട് ചിലവ് തിരിയത്തില്ല, മാറി നിൽക്കാൻ പറയും. എന്റെ പാസ്പോർട്ട് ഒരു കുഴപ്പമില്ല, അവർക്ക് മലയാളം തിരിയത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മളെ മാറ്റി നിർത്തും. പിന്നെ ഒരു പ്രത്യേകത, എത്ര താമസിച്ചാലും ഇൻഷാ അല്ലാഹ് നമ്മളെ കയറ്റിവിടും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ റമദാനിൽ വന്നപ്പോൾ ഹാജിമാർക്ക് ആർക്കും ലഗേജ് ഇല്ല. കാരണം ലഗേജ് ആടായിട്ടില്ല.
ഞങ്ങളോ എന്തായാലും പോകുന്നില്ല, യാത്ര തിരിച്ചു. സംസം ഉൾപ്പെടെ ഒരു ലഗേജും തിരിച്ചു വിടത്തില്ല. ഒന്നുമില്ല. അവസാനം മാനേജർ പോയി സംസാരിച്ച് എങ്ങനെയൊക്കെയോ അത് അവസാനം സിസ്റ്റത്തിൽ കയറി. അങ്ങനെയൊക്കെ യാത്രയിൽ സംഭവിക്കാം. ഗ്രൂപ്പിന്റെ കുഴപ്പമില്ല. അപ്പോഴേ ഫോൺ തുടങ്ങി, നമ്മളെ ഗ്രൂപ്പ് വലിയ കുഴപ്പമാണ്, ഉസ്താദ്മാര് ശരിയല്ല, ലഗേജ് വിടുന്നില്ല. അതൊന്നും നിങ്ങൾ ആരും പറയരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ലഗേജ് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ എയർപോർട്ടിന് അകത്ത് കയറുമ്പോൾ നമ്മുടെ ആരെയും ശരീരമൊക്കെ പരിശോധിക്കും. സ്ത്രീകളെയൊക്കെ പരിശോധിച്ച് ഉള്ളിൽ കയറ്റി പരിശോധിച്ച് അരയിലൊക്കെ കിടക്കുന്ന കല്യാണോ കൂലി മാറ്റോ, കല്യാണം ഇട്ടുകൊണ്ട് വരരുത്. തകിടും കൂടൊക്കെ ഉണ്ട്, ലേലസ്, അതൊക്കെ മാറ്റി വെച്ചിട്ട് വരണം. അതൊക്കെ സൗണ്ട് കേട്ടാൽ നമ്മളെ പരിശോധിക്കും. സ്വർണ്ണങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരണം. അങ്ങനെ നമ്മൾ വിമാനത്തിലേക്ക് കയറുമ്പോൾ നമ്മളുടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാട്ടിലേക്ക് പോകാൻ വേണ്ടി വിമാനത്തിൽ വലതുകാലം വെച്ച് കയറുകയാണ്. പരിശുദ്ധമായ ഹറമിലേക്കുള്ള യാത്രയിൽ നമ്മളെല്ലാവരെയും ഇസ്തിഖാമത്തോടെ ഈമാനോട് യാത്രയാകുന്നതാണ്. ആ യാത്ര എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ബൈനൽ ഖൗഫി വറജാ, അല്ലാഹുവിന്റെ കയ്യിലുള്ള യാത്രയാണ്. നമ്മൾ ഇത്ര നാൾ ഓടി നടന്നു, സൈക്കിളിൽ കയറി, കാറിൽ കയറി, ബസ്സിൽ കയറി, ഒരു പേടിയില്ല. ഇത് പേടിക്കേണ്ട യാത്രയാണ്. കാരണം അല്ല പിടിച്ച് മുകളിലോട്ട് കയറ്റുവാണ് അല്ലേ? ഇത്രയും വെയിറ്റുമായി, ഇത്ര ആളുകളെയുമായി ആകാശത്തെ കുതിച്ച് ചാടി പറക്കുന്ന വിമാനം, അതിന്റെ നിയന്ത്രണം ആടകയിലാണ്. ആകാശത്തോടെ സഞ്ചരിക്കുന്ന പ്ലെയിൻ അതിനെ താങ്ങി നിർത്തുന്നു അള്ളാഹുവിന്റെ കുദറത്ത്, അള്ളാഹുവിന്റെ പരാശക്തി. അപ്പോൾ അപരിശുദ്ധമായ ആ യാത്രയിൽ നമ്മൾ ഔറാദിൽ കഴിയണം, ദിക്റിൽ കഴിയണം. ചിലപ്പോൾ അതിനുവേണ്ടി ടി വി ആണ്, അതിൻ്റെ അകത്ത് ഓൺ ചെയ്തിട്ട് കൊച്ചി ടി വി ആണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് ഓൺ ചെയ്തിട്ട് ടി വിയും സിനിമ എഴുതിയൊക്കെ കാണും. അതൊന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാജിമാർ കയറി കഴിഞ്ഞാൽ നമ്മൾ ശിരസ്കരായി കയ്യിൽ ചെറിയ ഖുർആനൊക്കെ ഉണ്ടാകണം, ഓതിക്കൊണ്ടിരിക്കണം. അതിന് 15 7 കാണും, അത് ഓതിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒന്നുമില്ല, ദിക്ർ എഴുതിക്കൊണ്ടിരിക്കണം. അന്ന് അതിനൊക്കെ സൗഹൃദം പറഞ്ഞുകൂടാ. ചില ആൾ ഇങ്ങനെ ഇരിക്കും, എന്തിനാ? എയർ ഹോസ്റ്റസിനെ കാണാൻ വേണ്ടി. എല്ലാം പറയണല്ലോ, നമ്മളെ കണ്ണുകളെ സൂക്ഷിക്കലാണ് ഉംറ. നമ്മുടെ ശരീരങ്ങളെ സൂക്ഷിക്കുന്ന പോലെ എല്ലാ അവയവങ്ങൾക്കും ഉംറയാണ്. കണ്ണുകൊണ്ട് എയർ ഹോസ്റ്റസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തായാലും പറഞ്ഞിടാൻ പറ്റത്തില്ല. അവർക്ക് ഡ്രസ് കോഡ് പ്രത്യേകമാണല്ലോ, അതൊന്നും നമ്മൾ കാണാൻ നിൽക്കേണ്ട. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനുള്ള ചിന്ത, അള്ളാഹുവിലേക്ക് പോവുകയാണ്. ചിലപ്പോൾ പ്ലെയിൻ ഒരു ദിവസം ഞങ്ങളെ സഞ്ചരിച്ച പ്ലെയിനിൽ താഴെ വീഴും. ഞാൻ അപ്പൊ ഞാൻ ചെത്താനും മരിക്കും. ഇത് സ്വാധീനങ്ങളുണ്ടല്ലോ, കുറെ ഉപ്പാമാർക്ക് ഇരിക്കണം, നല്ല ഉപ്പാമല്ല ഇവിടെ മറക്കത്തുകൊണ്ട് എന്തായാലും അള്ളാഹുവിനെ തീരുമാനം വരിപ്പിക്കട്ടെ. അപ്പൊ പ്ലെയിൻ കേട്ടാ, പ്ലെയിനൊക്കെ ചിലപ്പോൾ താഴെ വീടേക്കും, എടുപ്പിക്കുമല്ല, ഇതൊന്നും പ്രശ്നമല്ല. നമ്മള് ഭയങ്കരത് പ്ലെയിൻ വീഴുന്ന പറഞ്ഞാൽ നമ്മള് പെട്ടെന്ന് ബൈക്ക് വരുവാണ്, പടോന്ന് വീഴും. ഇവിടെ വീഴുന്ന കട്ടറില്ല അല്ലേ? വീഴാറില്ലേ? നമ്മുടെ വണ്ടി കട്ടറിൽ നടന്നോന്ന് വിളിക്കില്ലേ? അതുപോലെ ഉള്ളു. പ്ലെയിൻ പൊങ്ങിക്കഴിഞ്ഞാൽ അതിന് വീഴത്തില്ല, പേടിക്കണ്ട. പ്ലെയിൻ പൊങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും താഴെ വീഴത്തില്ല. അത് എഞ്ചിന് വരെ സംഭവിച്ചാൽ പോലും പ്ലെയിൻ ഓടിക്കൊണ്ടിരിക്കും. ഇന്ധനം തീർന്ന് എന്തെങ്കിലും പൊട്ടിത്തെറിച്ചെങ്കിൽ മാത്രമേ തവണക്ക് വീഴും. അല്ലാതെ കുഴിയിലൊക്കെ വീണാലും ചരിഞ്ഞു പ്ലെയിൻ ഇങ്ങനെ പറക്കുന്നുണ്ടല്ലേ, പ്ലെയിൻ തിരിഞ്ഞു കൊണ്ട് പറക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് പേടിക്കരുത്, പേടിയേ വേണ്ട. പേടിപ്പിക്കുന്നതിന് ആരെങ്കിലും പറഞ്ഞല്ലേ. അതുകൊണ്ട് നമുക്കെല്ലാം ധൈര്യം പെരുമാറാണ്. ശുദ്ധമായ യാത്രയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. പണ്ടൊക്കെ ഞങ്ങൾ ഉംറയ്ക്ക് പോകുമ്പോൾ റൂമിന്റെ വാതിൽക്കൽ തട്ടിയിട്ട് ഭക്ഷണം വെച്ചിട്ട് പോകും. അതിനകത്ത് തിരിച്ചരിച്ച് ഇപ്പോഴത്തെ അന്നങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പഴയ കാലത്ത് അങ്ങനെയൊക്കെ ഇന്ന് വിശാലമായ ഭക്ഷണം. അവിടെ നിന്നിട്ട് എന്നൊരു പട്ടാളക്കാരൻ ഉംറയ്ക്ക് വന്നു. അദ്ദേഹം പൊറോട്ട കഴിച്ചത് എന്തൊരു പൊറോട്ടയാണ്, കടിച്ചു വരുന്നത്. പൊറോട്ടയ്ക്ക് മയമില്ല, ഭയങ്കര ബഹളമായിരുന്നു. അവസാനം ഞാൻ ഒന്നും മിണ്ടിയില്ല. അവസാനം മദീനയിലേക്ക് പോകാൻ നിർത്ത് ഒരാളെ കാണുന്നില്ല. അപ്പൊ ഇപ്പൊ നിർത്താൻ പോകും, 5 മിനിറ്റ് നിർത്തും. ഞങ്ങൾ നോക്കിയപ്പോൾ ആ പട്ടാളക്കാരൻ കാണുന്നില്ല. അന്വേഷിച്ചപ്പോ കാക്കാട് നിൽക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ബഹളം വെച്ചാളാ ഇപ്പൊ നാട്ടിൽ മുഖത്തീശനെ പോലെ ജീവിക്കുമോ, നല്ല മാറ്റമാണ്. അതുകൊണ്ട് ഉസ്താദ്മാരെ തിരിച്ചൊന്നും പറയുന്നില്ല, പറഞ്ഞു പോയ അപകടമാണ്. ഉസ്താദ്മാർ തിരിച്ച് പറഞ്ഞില്ല, നിങ്ങൾ പേടിക്കണം. ഉസ്താദ്മാർ തിരിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല, ഉസ്താദ്മാരെന്ന് പറഞ്ഞത് ചിരിക്കത്തേ ഉള്ളൂ. ഉസ്താദ്മാരുടെ തോടെ കയറുകയേ ചെയ്യുള്ളൂ. മനസ്സിലായില്ല? ഈ ഉംറയിൽ നമുക്ക് 100% സ്വർഗം കിട്ടണം. ഞാൻ തയ്യാറില്ലേ? എന്റെ കൂട്ടത്തിൽ ഉംറയ്ക്ക് വന്നു ഒരു സഹോദരി രാവിലെ വന്നിട്ട് പറയുകയാണ്, ഇന്നലെ രാത്രി
അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, മോളെ പോവാണ്. എനിക്ക് ബഹുമാനപ്പെട്ടു ജുബൈരിയ എന്ന സഹോദരത്തിൽ മോളെ നീ പോവാണ്, എങ്ങനെയൊക്കെ പോവാണ്? ആരാ ചോദിക്കുന്ന? അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി. ചോദിക്കേണ്ട ഉമ്മമാരെ നമ്മൾ ചോദിക്കണ്ടേ? ഉമ്മമാരെ ചോദിക്കണ്ടേ? അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേമിക്കണം, സ്നേഹിക്കണം. ചെല്ലി നമ്മൾ നാവിലേക്ക് കെട്ടടിയണം. നമ്മൾ ഇബാദത്ത് മാത്രമായി ദിക്റും സ്വലാത്തും ഒരു കാര്യത്തിലും വേണ്ട. വീട്ടിൽ പോയി ഇന്ന് മുതൽ അങ്ങനെ ദിക്റും സ്വലാത്തും ഇബാദത്തും എന്തെല്ലാം നമ്മൾ ചെയ്യാമോ അല്ലാഹുവിലേക്ക് അടുത്ത് എത്രത്തോളം അടുക്കോ അതിനനുസരിച്ച് അല്ലാഹു നമ്മിലേക്ക് മടങ്ങും. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വപ്നം കണ്ട് അവസാനം നമ്മൾ എത്തുകയാണ്. ദമാമിൽ യാത്ര ചെയ്ത് തായിഫ് എന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ത്യാഗോത്തര ജീവിതം വിവരിക്കുന്ന തായിഫ് ഇൻഷാ അല്ലാഹ് ഉറങ്ങുന്ന തായിഫ് നമുക്ക് കാണാം. അവിടെ ചെന്ന് കുളിച്ച് വൃത്തിയായി ഇഹ്റാം ചെയ്യും. നമ്മൾ ഉംറയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഉംറ തുടങ്ങുകയാണ്. ഉംറയുടെ ഒന്നാമത്തെ ഫർദ് വാട്സാപ്പിൽ ഇട്ടിരുന്നു, നിയ്യത്താണ്. അതാണ് നിയ്യത്ത്. ഏത് കാര്യത്തിന്റെ നിയ്യത്ത് എന്താണ്? ഫർദ് എന്താണ്? നിയ്യത്താണ്. ഒരാളെ വണ്ടി കയറിയിരിക്കുക, എവിടെയൊക്കെയോ പോകുന്നു അല്ലേ? അത് മട്ടന്നല്ലേ പറയുന്നു. ഇയാളുടെ പേര് തിരുവനന്തപുരത്ത് പോകും അല്ലേ? തിരുവനന്തപുരത്ത് പോകുന്ന ആള് ആലപ്പുഴ ബസ്സിൽ കയറിയിരിക്കുക, അയാളെ പറ്റി വട്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ലക്ഷ്യത്തിലേക്ക് പുറപ്പെടുന്നു. അതിന് നീയത്തുണ്ടാകണം. അതാണ് ഉംറയുടെയും ഒന്നാമത്തെ ഫർദ്, നീയത്ത്. അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധ കഅബയിലെത്തി ഉംറ ചെയ്യാൻ ഞാൻ കരുതുന്നു. ഇത്രയുള്ളൂ. ഉംറയുടെ ഒന്നാമത്തെ ഫർദ് എന്താണ്? അല്ലാഹുവിന് വേണ്ടി കഅബയിലെത്തി ഉംറ ചെയ്യാൻ ഞാൻ കരുതുന്നു. എളുപ്പമല്ലേ? ഇത് പറയുന്നതോടുകൂടി നമ്മൾ ഉംറയുടെ ഒന്നാമത്തെ ഫർദിൽ പ്രവേശിച്ചു. പക്ഷേ ഒരേ ഡിമാൻഡ്, പുരുഷന്മാർ 2 വസ്ത്രങ്ങൾ പാടുള്ളൂ. ഒരു മുണ്ട് ഉടുക്കണം, ഒരു മുണ്ട് പുതയ്ക്കണം. ഇന്നൊന്നും പാടില്ല. ഇന്നറിയാൻ എല്ലാവർക്കും പുരുഷന്മാർ ഇന്ന ഉപയോഗിക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് എല്ലാം അനുവദനീയമാണ്. സ്ത്രീകൾ മുഖം തുറന്നിടണം, മുൻകൈ തുറന്നിടണം. എളുപ്പമല്ലേ? മുഖവും മുൻകൈയും തുറന്നിടുക. പുരുഷന്മാർ 2 വസ്ത്രം മാത്രം ധരിക്കുക. തല മറയ്ക്കാൻ പാടില്ല. ഒന്നാമത്തെ ഫർദ് കഴിഞ്ഞു. എളുപ്പമല്ലേ? നീ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ തായിഫിൽ വെച്ചാണ്. തായിഫിൽ വെച്ച് ഇൻഷാ അല്ലാഹ് അവിടെ നിന്നും റൂമിലോട്ട് എത്തി നിങ്ങളോട് ആദ്യമായി പറയും, നിങ്ങളുടെ ലഗേജൊക്കെ എടുത്ത് കയറാനല്ല, ആ ലഗേജ് എടുക്കണ്ട. നിങ്ങൾ ഹാൻഡ് ബാഗ് മാത്രം സൂക്ഷിക്കുക. ഹാൻഡ് ബാഗിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അതും പാസ്പോർട്ടൊക്കെ സൂക്ഷിക്കുക. റൂമിലോട്ട് പോയി ആദ്യം ഭക്ഷണം കഴിക്കാനാണ് പറയുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കാൻ പറയും. വിശ്രമിക്കാൻ പറഞ്ഞ് നല്ലോണം ക്ഷീണം മാറ്റിയതിനു ശേഷം എല്ലാവരും ഒരുമിച്ച് കൂട്ടി കാബയിലേക്ക് പോവാണ്. എന്തിനാ? രാജാവിനെ കാണാൻ പോവാണ്. അല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ കുറ്റവാളികൾ, തടവിൽ പിടിക്കപ്പെട്ട കുറ്റവാളികളെപ്പോൾ നമ്മൾ ശിരസ്കരായി തല കുനിച്ച് വലിയ പാപം ചെയ്ത കുറ്റവാളികളെ പോലെ പോകണം. ഉസ്താദ് പരിശുദ്ധ കഅബയെ എടുക്കുമ്പോൾ പറഞ്ഞത് കാബയുടെ മത്താഫിൽ ഇറങ്ങിയിട്ട് ഉടനെ കാബ നോക്കാൻ പറയും. കാബയെ പരിപൂർണമായി കാണുന്ന അവസ്ഥയിൽ ആ സമയത്ത് ഇജാബത്താണ്. പരിശുദ്ധ കഅബ പൂർണ്ണമായി കണ്ടുകൊണ്ട് പൊട്ടിക്കരൽ ദുആ ചെയ്യണം. അതിൽ രണ്ടാമത്തെ ഫർദിൽ പ്രവേശിക്കാൻ പോകുന്നത് ആ ദുആയിലാണ് അല്ലാഹുവോട് ചോദിക്കേണ്ടത്. അല്ലാഹ് എന്റെ അന്ത്യം നന്നാക്കണേ പടച്ചവനെ. എല്ലാ കാര്യങ്ങളും ചോദിക്കാം. അങ്ങനെ ഒരു പച്ച ലൈറ്റ് കാണും. ആ ലൈറ്റ് പോലെ പച്ച ലൈറ്റ്, ആ ഭാഗമാണ് കഅബയിലെ ഹജ്ജർ അസ്വദിക്കുന്ന മൂല. അവിടെ നിന്നും ഉംറയുടെ രണ്ടാമത്തെ ഫർദ് തുടങ്ങാൻ പോവുകയാണ്. രണ്ടാമത്തെ ഫർദ് കഅബയെ തവാഫ് ചെയ്യലാണ്, ചുറ്റലാണ്. അതവിടെ നിന്നും തുടങ്ങി പറഞ്ഞതിനും അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധ കഅബയെ 7 ചുറ്റിനോടെ തവാഫ് ചെയ്യുവാൻ, 7 പ്രാവശ്യം തവാഫ് ചെയ്യുവാൻ ചെയ്തു എന്ന് പറഞ്ഞ് ഹജ്ജർ അസ്വദിക്കുന്ന വാദത്തെ കൈനീട്ടി ചുംബിക്കുന്നു. അതൊരു ഇസ്ലാം എന്നാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കറങ്ങി നോക്കുമ്പോൾ മഖാം ഇബ്രാഹിം കാണും. അത് കയറി പിടിക്കേണ്ട, കാക്കയുടെ വാതിലാണ്, ഓണം പിടിക്കാൻ പോകണ്ട. ചുറ്റിക്കറങ്ങി റഹ്മ കാണും, പാർട്ടി അവിടെ നിന്നും അത് വളർച്ചയുടെ ഇസ്മായിൽ ഇതൊക്കെ പറ്റി പറഞ്ഞു തരും. അവിടെ ഒന്നും സ്പർശിക്കാതെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും തുടങ്ങിയ സ്ഥലത്ത് എത്തുമ്പോൾ ഒരു തവാഫായി 7 പ്രാവശ്യമാകുമ്പോൾ രണ്ടാമത്തെ ഫർദായ തവാഫ് പൂർത്തിയായി. 7 പ്രാവശ്യം എന്തായി? രണ്ടാമത്തെ ഫർദ് പൂർത്തിയായി. മഖാം ഇബ്രാഹിമിന്റെ പുറകുവശത്ത് ആൾ നിസ്കരിക്കുന്ന സ്ഥലമുണ്ട്. 2 റക്അത്ത് നമസ്കരിച്ച് ആവശ്യം പോലെ സംസം പഠിച്ച്
മൂന്നാമത്തെ ഫർദിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മൂന്നാമത്തെ ഫർദാണ് സഫാ മറവയിലെ ഓട്ടം, നടത്തം. അവിടെയും പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ സഫയിൽ നിന്നും മറവയിലേക്ക് ഏകദേശം 650 മീറ്ററുണ്ട്, 3/4 കിലോമീറ്ററോളം നടക്കണം. ആ മറവയിൽ തിരിച്ച് സഫയിലേക്ക് 7 പ്രാവശ്യം നമ്മൾ നടക്കും. നിലയിൽ കുറച്ച് ഭാഗം പച്ച ലേക്കിട്ട ഭാഗമുണ്ട്. ഹാജറ ബീവി മോനെ കാണാതെ നിന്നപ്പോൾ ഓടിയ ഭാഗം, അവിടെ ഓടുന്ന പുരുഷന്മാർക്ക് സുന്നത്താണ്, സ്ത്രീകളോടുള്ള ആവശ്യമില്ല. അങ്ങനെ 7 പ്രാവശ്യത്തോടുകൂടി സഅയ് പൂർത്തിയായി. അപ്പൊ 3 ഫർദ് എളുപ്പത്തിൽ പഠിച്ചില്ലേ? 1 നിയ്യത്ത്, 2 7 പ്രാവശ്യം വലം വെക്കുക അല്ലെങ്കിൽ തവാഫ് ചെയ്യുക, 3 സഫാ മർവയിൽ 7 പ്രാവശ്യം നടക്കുക, ഇടയ്ക്കൊന്ന് ഓടുക. സുന്നത്താണ്. അപ്പൊ 3 ഫർദ് പഠിച്ചില്ലേ? 4ാമത്തെ ഫർദുണ്ട്, പുരുഷന്മാർ മൊത്തം ഒട്ടയടിക്കുക, അധികം മുടി നീക്കുക. സ്ത്രീകൾ ഇത്രയും നീളത്തിൽ മുടി മുറിച്ചു കളയുക. സ്ത്രീകൾക്ക് വേണ്ടി അവിടെ തന്നെ കുറിച്ചിട്ട് തന്നവരുടെ പുരുഷന്മാർ ഒരിക്കലും നമ്മൾ മുടി ഒടിക്കാതെ അല്ലെങ്കിൽ മുടി മുറിക്കാതെ വേറെ മുടി മുറിച്ചു കൊടുക്കാൻ പാടില്ല. ഒരാൾ തഹലിലായ മുറിക്കാവോ? അങ്ങനെ നമ്മൾ മുടി മുറിക്കലോടുകൂടി മുടി വടിക്കലോടുകൂടി 3 പ്രാവശ്യം മുടി വടിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഉംറയിൽ നിന്നും വിരമിച്ചു. ഉംറ പൂർത്തിയായി ഇതെല്ലാം ചെയ്തത് മുതൽ ഉംറ പൂർത്തിയായി ചെയ്യുന്ന സമയം വരെയും നമുക്ക് അത്രയും ഉപയോഗിച്ചുകൂടാ, എണ്ണ പുരട്ടിക്കൂടാ, സ്ത്രീയുടെ പേര് നോക്കിക്കൂടാ, മുടി ജീവിക്കൂടാ, മുടി എന്താണ് അടന്നു പോകുന്ന രീതിയിൽ തലയിൽ മസാജ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യം ചെയ്തുകൂടാ. എന്നാൽ പുരുഷന്മാർ വേറെ വസ്ത്രങ്ങൾ ഉടുപ്പിട്ടൂടാ, കൈ കൊടുത്തൂടാ. പാർപ്പാട്ടെ കേരളത്തിൽ ഉപ്പ ഉമ്മയ്ക്ക് വന്നു ഉപ്പ അടയ്ക്ക് ഉടുപ്പെടുത്തിട്ടു, അതെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ആവത്തില്ല കേട്ടാ, നാടിന് അടുത്ത് കൊടുത്തിട്ട് ഇടയ്ക്ക് വീഴ്ച വന്നാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൂർണ്ണമായ കാമിലായ രൂപത്തിൽ ചെയ്യണം. ഇത് നമ്മൾ പരിശ്രമിക്കണം. ഒരിക്കലും അറിയാതെ ഒന്നും തലയൊന്ന് മറച്ചേക്കരുത് പുരുഷന്മാർ. അങ്ങനെ 3-4 ഫർദ് കഴിഞ്ഞതോടുകൂടി നമ്മൾ ആദ്യത്തെ ഉംറയിൽ നിന്നും വിരമിച്ചു. പിന്നെ നമ്മൾ ഗ്രൂപ്പായി ആയിഷയിൽ പോയും ജഹറാനിലൊക്കെ പോയി ഉംറ ചെയ്യും. ഇതിനൊക്കെ ആവശ്യമോ നമ്മൾ ചെയ്യാം. ഫ്രീ ആയിട്ട് ഉംറ കൊടുത്താൽ ഉംറ ചെയ്യാൻ വേണ്ടി ആയിഷ ബസ്സുണ്ട്, അവിടേക്ക് പോകുന്ന ബസ് സർവീസ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഹറമിലെ ഓരോ സമയങ്ങളും ചെലവഴിക്കണം. അത് സമയം കാബാലയത്തിൽ വന്ന് കാബയെ നോക്കിക്കൊണ്ടിരുന്ന കൂലിയാണ്, ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്ന കൂലിയാണ്, ഖുർആൻ നോക്കിക്കൊണ്ടിരുന്നാലും കൂലിയാണ്. അങ്ങനെ നമ്മൾ പരിശുദ്ധമായ ഹറമിൽ 9 ദിവസത്തോളം താമസിക്കും. അതിനുശേഷം പിന്നെ മദീന സിയാറത്തിലേക്ക് പുറപ്പെടും. മക്കയിൽ ഇബാദത്തും മദീനയിൽ വിശ്രമവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലും മദീനയിലും അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹ് ഞങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ അമലുകൾ സൂക്ഷ്മതയോടെ നിർവഹിച്ച് അടച്ചൊരു പൊരുത്തപ്പെട്ടവനായി ആമരഹിതനായി മടങ്ങി വരാൻ നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ഇതിനിടയിൽ ഉസ്താദ് നിങ്ങളുടെ അമൂല്യമായ സിയാറത്ത് കേന്ദ്രങ്ങൾ കൊണ്ട് കാണിക്കും. അറഫ, മിന, മുസ്ദലിഫ അടക്ക സഫ, ഹിറാ ഗുഹ, സൗർ ഗുഹ, അവിടെയൊക്കെ ആഫിയത്തുള്ളവർക്ക് കയറാം. അല്ല ഗ്രൂപ്പായൊന്നും കേട്ടിട്ടില്ല, ഗ്രൂപ്പിൽ നിന്ന് കയറ്റാൻ അവിടെ അനുവാദം തന്നിട്ടില്ല. ഇനി ഭാവിയിൽ ഇൻഷാ അല്ലാഹ് സംവിധാനങ്ങളൊക്കെ വരും. ഏതായാലും നമ്മുടെ യാത്ര എന്തിനു വേണ്ടിയുള്ള യാത്രയാണ്? പാപമോചന യാത്ര. എന്താണ് പാപമോചന യാത്ര? ഒരു സമരത്തിന് വേണ്ടി പോവാണ്. അല്ലാഹുവിന് സമരം ചെയ്യാൻ പോകുന്നതിനാണ്. സ്വർഗം തരണം, സ്വർഗം കിട്ടും വരെ സമരം, അല്ലേ? സ്വർഗം കിട്ടാൻ വേണ്ടി സമരയാത്രയാണ്. നമ്മുടെ ശരീരത്തോട് യുദ്ധം ചെയ്തുകൊണ്ട് മക്കളുടെ പൊരുത്തത്തിലേക്കുള്ള യാത്രയാണ്. ഇത് സാധാ യാത്രയല്ല. ഈ യാത്ര എന്താണ്? നമ്മൾ അല്ലാഹുവിന്റെ ഔലിയാക്കളാകാൻ പോകുന്ന യാത്രയാണ്. യാത്ര നമ്മൾ ആകെ മാറി മറിയാൻ പോകുന്ന യാത്ര. ഒരു കാര്യം മനസ്സിലാക്കണം, യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റമൊന്നും തോന്നുന്നില്ല എങ്കിൽ നമ്മൾ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കൈ നോട്ടുണ്ട്, കണ്ണുനോക്കായാൽ പിടിക്കപ്പെടും, അല്ലേ? ഇത് എല്ലാം ചെയ്യും, പോലീസ് പിടിച്ചെടുക്കും. അതൊക്കെ അന്നാളത്ത് പോയി അനാവശ്യമായ അശ്രദ്ധമായ പൊരുത്തക്കേട് വാങ്ങി വന്നാൽ ഹബീബായ റസൂലുള്ളാഹ് നമ്മുടെ നാട്ടിൽ ചെന്ന് സമ്മാനത്തിന് കുറ്റം പറഞ്ഞാൽ ഈ അപകടമാണ്. പറയാൻ സമയമില്ല. മദീനയിലൊക്കെ ചെന്ന് മഴക്കും മക്കാളൊക്കെ വെച്ചാൽ പിന്നെ കാബയിൽ എത്താൻ അവസരമായ ഒരു കൂലി കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഹാജിമാരെ, എല്ലാവരും ദുആ ചെയ്യുമ്പോൾ സാധുവായ വിനീതനെ
പ്രത്യേകം ഉൾപ്പെടുത്തണം. നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായികളാണ്. ഈ ലോകത്ത് ഒരാൾക്ക് ചെയ്യാൻ ഏറ്റവും വലിയ സഹായം മക്കളോട് അവർക്ക് വേണ്ടി ചോദിക്കലാണ്. നിങ്ങൾ ഇതേ ഞാൻ ചോദിക്കാൻ പോലെ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ഒരു മുഗ്നനായ മനുഷ്യൻ മറ്റൊരാൾക്ക് വേണ്ടി ദ്വാ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ചോദിക്കുന്നതാണ് കാര്യം സംബന്ധിച്ചത്. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഉസ്താദിന് ഞാൻ ദ്വാ ചെയ്താൽ അള്ളാഹ് ആദ്യം എന്റെ കാര്യം സംബന്ധിച്ച് ഉസ്താദിന് നമുക്കൊരു കുറവ് വരത്തില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവർക്കും ദ്വാ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഗ്നനായ മനുഷ്യൻ എവിടെ പരിചയപ്പെടുത്തി ഇദ്ദേഹം സ്വർഗത്തിന് അവകാശിയാണ്. സഹാബാക്കൾക്ക് അത്ഭുതമായി അദ്ദേഹത്തിന്റെ അമല് കണ്ടുപിടിക്കാൻ വെച്ചത് സഹാബികൾക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവസാനം ആ സഹാബി ചോദിച്ചപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ചെയ്യാമെന്നാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യും, എല്ലാവർക്കും വേണ്ടി പൊറുക്കലൊക്കെ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും മഖബൂലും മബ്റൂറുമായി ഉംറയുടെ സിയാറത്ത് ഭാവി ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുബാറക്കായ മജ്ലിസിൽ റഹ്മത്തിന്റെ ഇരുന്നോട്ടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാത്രയിലുടനീളം പടച്ചവന്റെ കരുണയും കാരുണ്യവും ഔദാര്യവും നമുക്ക് ചുരുക്കി നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദുകൾ അത്യാവശ്യമാകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മജ്ലിസ് അവസാനിക്കും. എല്ലാവരും ഉടനെ നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ ഖറാഅത്ത് സമയത്തിലേക്ക് അടുക്കുകയാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും കൃത്യമായ അമലായി നമസ്കരിക്കാൻ അൽഹംദുലില്ലാഹ്. അതിവിശാലമായ ചരിത്രങ്ങളും അതിനോടൊപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന അമൂല്യമായ ഒരു ക്ലാസ്സായിരുന്നു. വളരെ രസകരമായി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സയ്യിദുകൾ പറഞ്ഞ അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സുകൾ അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളുടെയും നമ്മുടെ അമലുകൾ അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് 7-ാം തീയതി രാത്രി ഇശാ കഴിഞ്ഞ് 10-10:30 നമ്മുടെ വാഹനം പുറപ്പെടും. 10-നും 10:30 ഇടയ്ക്ക് രാവിലെ ഒരു 4:30 മണിയോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചിയിൽ നമ്മൾ എത്തിച്ചേരാനുള്ളവരാണ്. അവിടുന്ന് ചെറിയൊരു നാസ്തയോ ഒരു ചായ കൂടിയോ കുടിച്ച് വേഗം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയമായി. 8:15 അഥവാ 7:15 നമ്മൾ യഥാർത്ഥത്തിൽ പ്ലെയിനിലിരിക്കും. 7:15 പ്ലെയിനകത്തിരിക്കും. പുറപ്പെടുന്നത് 8:15 1 മണിക്കൂർ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും, അവർ അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ നമ്മൾ 8 മണിക്ക് പോയാൽ മതി പറഞ്ഞപ്പോൾ 3 മണിക്ക് ക്ലാസ് പറഞ്ഞില്ല. നല്ല അനുസരണയുള്ള ആളുകൾ 3 മണിക്ക് തന്നെ എത്തി. അല്ലാത്തവർ അസർ കഴിഞ്ഞ് വന്നാൽ മതി, കുറച്ച് അസർ ഞാൻ നേരത്തെ തങ്ങളെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ അത് കുഴപ്പമില്ല. ചില ആൾക്കാർ ഗൾഫുകാരൊക്കെ പറയും അതെന്താ ഞങ്ങളൊക്കെ എപ്പോഴും പോകുന്നതല്ലേ. അങ്ങനെയല്ല. ഈ 40 കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര പോയിട്ട് ഒരു അനുഭവം എനിക്കുണ്ടായത്, എൻ്റെ ഫ്ലൈറ്റിലേക്ക് ഞങ്ങളെ കയറ്റിയില്ല. 20 ആളുകളുണ്ടായിരുന്നു. ആകാശം ഡയറക്റ്റ് ഫ്ലൈറ്റ് 20 ആളുകളുണ്ടായിരുന്നു. കുറച്ച് ആളുകൾക്ക് വരാൻ വൈകിയതും ചില വിഷയങ്ങൾ കാരണങ്ങൾ 1 മണിക്കൂർ 40 മിനിറ്റും ഉണ്ടായിട്ടും എമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് തന്നില്ല. അവസാനം 2ാമത്തെ ദിവസം വേറൊരു ഫ്ലൈറ്റിൽ ദമാമിലേക്ക് ഇറങ്ങേണ്ടി വന്ന ആളാണ് ഞാൻ. എൻ്റെ അനുഭവമാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. കൊണ്ട് ഇവിടുന്ന് പുറപ്പെടുന്നത് കൃത്യമായി 1 മണിക്കൂർ നേരത്തെ ആണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും നമ്മളിനി പറഞ്ഞില്ലേ, 7-ാം തീയതി രാത്രി മുതൽ നമ്മൾ യാത്രയിലാണ്. തിരിച്ച് നമ്മളോട് വരുന്നത് വരെയും നമ്മൾ യാത്രക്കാരാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് അതിനുള്ള ആരോഗ്യവും ആഫിയത്തും അല്ലാഹു നസീബാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ റോഡിലുള്ള യാത്രകളൊക്കെയല്ല നമ്മൾ ഹറമിലും അതുപോലെ തന്നെ മക്കയിലും മദീനയിലും അതുപോലെ ദമാമിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും പോകുന്ന ബസ്സുകളൊന്നും അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാത്തതാണ്. അല്ലാഹു അതിനാക്കി തരുമാറാകട്ടെ. നല്ല യാത്ര, രസകരമായ യാത്രയായിരിക്കും. ഇവിടെ നിന്ന് പോകുന്ന നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ 3.5 മണിക്കൂർ കൊണ്ട് അൽഹംദുലില്ലാ ഓടിയെത്താൻ കഴിയുന്ന സ്ഥലമാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കൃത്യം 10 മണിക്ക് നിങ്ങളിവിടെ എത്തിച്ചേർന്നാൽ അൽഹംദുലില്ലാ സയ്യിദ് കൊച്ചുതങ്ങൾ പാപ്പാട് മസ്തുമറയിൽ പോയി ദുആ ചെയ്ത് നമുക്ക് തിരിച്ച് ഇവിടുന്ന് വാഹനത്തിൽ കയറി
ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പുറപ്പെടാം. ഒരു 4 മണിയാകുമ്പോഴേക്കും എറണാകുളം നമുക്ക് എത്തിപ്പിടിക്കണം. അപ്പൊ ഗൾഫുകാർ പറയും അതെന്തിനാ 8 മണിക്ക് പോകുന്നത് ഇപ്പോഴേ പോകുന്നതെന്ന് ചോദിക്കും. അല്ല, ഈ 40 പേർക്കും എമിഗ്രേഷൻ ഉള്ളതാണ്. 40 പേരുടെ ലഗേജ് ഒന്നിച്ച് പരിശോധിക്കേണ്ടതാണ്. 40 പേരുടെ പാസ്പോർട്ടും വിസയും നിങ്ങളെ കൈകളിൽ തരേണ്ടതാണ്. നിങ്ങളെ ടാഗുകൾ തരേണ്ടതാണ്. മക്കനകൾ തരേണ്ടതാണ്. ഇതെല്ലാം എയർപോർട്ടിൽ വെച്ചാണ് നിങ്ങൾ കൈമാറുന്നത്. പിന്നെ തങ്ങൾ പറയാൻ ഒരു വിഷയം നിങ്ങൾ സൂചിപ്പിക്കുകയാണ്, ഉമ്മമാരെ നിങ്ങൾ കുളിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ അൽഹംദുലില്ലാ ഇഹ്റാമിന്റെ കുളിച്ച് വരികയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഒരുപക്ഷെ നമുക്ക് യാത്രയിൽ ഇഹ്റാമിന്റെ കുളിക്കാൻ പറ്റിയില്ല എങ്കിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ സുബഹി ആകുമ്പോഴായിരിക്കും മീഖാത്ത് എത്തുന്നത്. അപ്പൊ സുബഹിക്ക് മീഖാത്ത് എത്തുമ്പോൾ തായിഫിൽ പൊതുവേ തണുത്ത അന്തരീക്ഷമാണ്. ചിലപ്പോൾ ആ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ 6 മണിക്കൂർ മുമ്പ്, 6 മണിക്കൂർ മുമ്പ്, അഥവാ വൈകുന്നേരം 4 മണിക്കോ അതല്ല എങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. അല്ലെ രാവിലെ കുളിക്കുകയാണെങ്കിൽ ഇഹ്റാമിന് നീയത്തിൽ കുളിച്ചു വെച്ചാൽ ഒരു ഉപകാരം നിങ്ങൾക്കുണ്ട്. എന്റെ യാത്രയുടെ അനുഭവമാണ്. നിങ്ങളെ തലയിൽ വെള്ളം വീഴുമ്പോൾ ആ വെള്ളത്തോട് ഓരോട് വന്നിട്ട് പെണ്ണുങ്ങളെ സംബന്ധിച്ച് തലയിൽ മക്കനെടുത്തോടും അതിന്റെ മുകളിൽ ഒരു സ്കാഫ് കെട്ടും. അതിന്റെ മുകളിൽ നമ്മൾ തരുന്ന മക്കനിടും. ഇതെല്ലാം ഇട്ട് വരുമ്പോൾ തല നല്ലതുപോലെ അഴുകി പിന്നെ ഈ തലയിൽ അഴുക്കും വെള്ളവും എല്ലാം ആയിട്ട് നമ്മൾ വാഹനത്തിൽ കയറുന്ന വാഹനം AC ആണ്, ചെല്ലുന്ന ഇറങ്ങുന്ന സ്ഥലത്ത് പിന്നെ AC ആണ്. ഇതിങ്ങനെ ഇരിക്കുന്ന നമ്മൾ അഴിക്കുന്ന ചിലപ്പോൾ നമ്മളൊന്ന് മീഖാത്ത് കഴിഞ്ഞ് കറമിലെത്തുമ്പോഴായിരിക്കും തലമുടി അഴിക്കുന്നത്. അവിടെ ഉസ്താദ് പറയും നിങ്ങൾ കുളിക്കലിനെ കഴിവില്ല. അപ്പം വീണ്ടും അഴിക്കത്തില്ല. എന്താ, തലമുടി പൊഴിഞ്ഞു പോയാൽ ദിവസം പറഞ്ഞ ഫിദിയ നൽകേണ്ടി. അതുകൊണ്ട് നേരത്തെ തല ഉണക്കുക. തലയിൽ എല്ലാം എണ്ണയൊക്കെ തേച്ച് നല്ലോണം കുളിച്ചതിന് ശേഷം തലമുടി നല്ലോണം ഉണക്കണം. ഉണക്കി നിങ്ങൾ പുറപ്പെടുന്നതിന് 2 മണിക്കൂറോ 1 മണിക്കൂറോ അരമണിക്കൂറോ മുമ്പ് പോയി ദേഹം കൊണ്ട് കഴുകി വരുന്നതിന് കുഴപ്പമില്ല. ശരീരം കൊണ്ട് കഴുകുക, തല നനയ്ക്കരുത്. തല നനയ്ക്കാതിരുന്നാൽ നമുക്ക് പനി വരാതെ ഈ 15 ദിവസം അല്ല കാത്തു സൂക്ഷിച്ച് കഴിയും. ബാക്കി ഇൻഷാല്ലാഹ് വഴിയിലൊക്കെ ഇൻഷാല്ലാഹ് പറഞ്ഞു തരും. ഇതൊരു ടിപ്പാണ്. ഇതുവരെ പാലിച്ചതുകൊണ്ട് 1 2 പേര് തങ്ങൾ പറഞ്ഞു 1 വരെ കയറിയപ്പോൾ നബിസിങ്ങൾ പറഞ്ഞു അവിടെ നിൽക്കണം, ഞാൻ പറയാതെ ഇറങ്ങില്ലേ. കുറച്ച് ആൾക്കാർ കേട്ട് കുറച്ച് ആൾക്കാർ അതുപോലെ കേൾക്കാത്ത ആളുകൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് പനിയൊക്കെ പിടിക്കും. പിന്നെ AC ഉള്ളവരുണ്ട്, AC ഇല്ലാത്തവരുണ്ട്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞവർക്ക് എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ യാത്ര. പല നമ്മുടെ നിലവിൽ പല രീതിയിലാവും. ആ എണ്ണവും കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ എല്ലാവരും പരസ്പര സ്നേഹത്തോടെ സൗഹൃദം കൂടുതൽ കൊണ്ടുവരുന്നത് അനുവദിച്ച ലഗേജ് എന്ന് പറയുന്നത് 25 കിലോ. പക്ഷെ ഇവിടെ പോകുമ്പോൾ 15 കിലോ കൂടുതൽ. തിരിച്ചു വരുമ്പോൾ സംസം വെള്ളം ഉണ്ടാവും, ഒരു 5 കിലോ ഈത്തപ്പഴം ഉണ്ടാവും. പേടിക്കണ്ടേ, നമ്മുടെ നാട്ടുകാർക്കത് കൊടുക്കണ്ടേ അല്ലേ? അത് ചിലപ്പോൾ 5 കിലോ ഒക്കെ ചെയ്ത് സാധനം അപ്പോൾ 10 കിലോ കൂടി കൊണ്ടപ്പോൾ 25 കിലോ തിരിച്ചു കൊണ്ടുവരാം. ഈ കൊണ്ടുവരാൻ പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് 15 കിലോ കൂടാതെ പിന്നെ 5 ജോഡി ഡ്രസ്സാണ് വേണ്ടത്. 5 ജോഡി ഡ്രസ്സ്. കയ്യിലിടാൻ ആപ്സ് നിർബന്ധമായി മേടിക്കണം. കാലിലുള്ള ഷോക്സ് നിർബന്ധമായി മേടിച്ചിരിക്കണം. അതുപോലെ ഒരു നിഖാബ് നിർബന്ധമായി മേടിച്ചിരിക്കണം. അസുഖമായി ഉള്ളവരല്ലേ ഇതെല്ലാം നമ്മൾ മേടിക്കണം. അതുപോലെ മിസ്ർ അറിയാവുന്ന ഒരു മിസ്ർ കൂടി 1 2 മേടിച്ചു വെച്ചോ. ചെറിയ പൈസ സാധനമാണ്. അപ്പൊ സൂക്ഷിക്കണം. പിന്നെ പർദ്ദ ചില ആൾക്കാർ ചോദിക്കുന്നു വെള്ള പർദ്ദ തന്നെ വേണം, നിർബന്ധമില്ല. നിങ്ങൾ ഏത് കളറിട്ടാലും കുഴപ്പമില്ല. പിന്നെ നിസ്കാര കുപ്പായം ആരും കൊണ്ടുവരാതിരിക്കരുത്. ഒരു നിസ്കാര കുപ്പായം നിങ്ങൾ എന്തായാലും കരുതണം. അതുപോലെ മുസല്ലയൊക്കെ നമുക്ക് അവിടെ കിട്ടും. ഇല്ലെങ്കിൽ ഒരു ചെറിയ കട്ടി കുറഞ്ഞ മുസല്ല കൈവയ്ക്കുന്നത് കുഴപ്പമില്ല. അതുപോലെ 15 വകയോ ഈ 30 വകയോ 33 വകയോ 7 ഒരെണ്ണം കൈവയ്ക്കുന്നത് കുഴപ്പമില്ല. മുസാഫ് അവിടെ ഇഷ്ടംപോലെ മുസാഫുള്ള നാടാണ്. എന്നാൽ ചിലപ്പോൾ നമ്മൾ ഓതുന്ന മുസാഫ് അവിടെ കിട്ടണമെന്നില്ല. ചില ആളുകൾക്ക് മലയാളം ഇവിടുത്തെ അറബി മലയാള ലിപിയിലുള്ള മുസാഫാണ് ഓതുന്നവരാണെങ്കിൽ ആ മുസാഫിന്റെ കയ്യിൽ കരുതൽ നല്ലതാണ്. അത് ഉസ്താദിനെ ലഗേജ് ഇടാൻ പറ്റുമോ? ആ ലഗേജ് ഇടാൻ പറ്റും, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ പോകുന്ന യാത്രകളിലൊക്കെ പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു യാത്രയിൽ റാഹത്തിലും സന്തോഷത്തിലുമൊക്കെ പെരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഈ
ഈ 8-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത യാത്ര ഇൻഷാ അല്ലാഹ് ഒക്ടോബർ 13-ാം തീയതി ഉണ്ടായിരിക്കും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിൽ വരാൻ അവസരമില്ലാത്തവർക്ക് അടുത്ത മാസം ഒക്ടോബർ ഇൻഷാ അല്ലാഹ് പോകാൻ കഴിയുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഷാഫി നിങ്ങളോട് സംസാരിക്കും. ഹലോ ഹലോ അപ്പോൾ ഇൻഷാ അല്ലാഹ് നമസ്കരിക്കാനുള്ളവർക്ക് ഇവിടെ അവസരമുള്ള ദിവസം ഒരു പാത്രമേ ഉള്ളതുകൊണ്ടാണ് അന്നേരം നിങ്ങൾ നിർബന്ധിക്കാനത്. അതുപോലെ നമുക്ക് ഹറമിൻ്റെ അടുത്താണോ റൂമെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഹറമിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായാലും അതിൻ്റെ ചെരുവിലെന്തായാലും കിട്ടൂല. ഒരല്പം മാറി 800-നും 600-നും ഇടയ്ക്കുള്ള മീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഉദാഹരണത്തിന് പോസ്റ്റ് ഓഫീസ് നമുക്ക് എത്തത്തില്ല. പോസ്റ്റ് ഓഫീസ് നമുക്ക് എത്തത്തില്ല. മനസ്സിലായി എന്താന്ന് പറയുന്നത്? പിന്നെ 5-10 മിനിറ്റ് വാക്ക് കൊടുത്ത് ഇഖാമത്തിന് പള്ളിയിലെത്തുന്ന ദൂരത്തിലാണ് അൽഹംദുലില്ലാഹ് ഭൂമി ഇതുവരെ സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹു എന്ന തൗഫീഖ് മാറാകട്ടെ. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന റൂമല്ല ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു കാരണം സൗദിയിൽ ഈ കഴിഞ്ഞ ഹജ്ജ് കഴിഞ്ഞ വെച്ചാൽ പുതിയൊരു ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നുസ്ക് ആപ്പ് വഴി നമ്മൾ കൊടുക്കുമ്പോൾ സൗദി ഗവൺമെന്റ് ആണ് നമുക്ക് റൂമും നമുക്ക് ആഡ് ചെയ്ത് തരുന്നത്. ഇന്ന ഹോട്ടലിൽ നിങ്ങൾ താമസിക്കണം, ആ ഹോട്ടൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കിടന്നാൽ അപ്പോഴേ കഴുത്തിൽ പിടിച്ച് പുറത്താക്കുന്ന മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നമ്മുടെ മോനാ വരുന്നത്. അങ്ങ് റിയാദിൽ നിന്ന് വരിക എൻ്റെ പൊന്നുമാണ്. ആ ഉമ്മ എൻ്റെ മോന് കൂടെ ഒന്ന് കിടന്നോട്ടെ, പറ്റൂല. ഉസ്താദിന്റെ റൂമിൽ ആ മോനെ തങ്ങിക്കോട്ടെ, കഴിയില്ല. കാരണം ഈ വിസാറത്തിൽ ഹജ്ജിന്റെ ആരെങ്കിലും ഒരാൾ നമ്മുടെ റൂമിലേക്ക് ഒന്ന് വന്ന് ഈ മകൻ നമ്മുടെ ഈ അക്കോമഡേഷൻ ഇല്ലാത്ത ആളാണ്, ലിസ്റ്റിൽ ഇല്ലാത്ത ആളാണ് എങ്കിൽ അയാൾ അക്കാമ കട്ട് ചെയ്ത് കളയും, അയാളെ പിടിച്ചു കൊണ്ടുപോകും. പിന്നെ ഈ ട്രാവൽസ് അൽമദീന ട്രാവൽസിന്റെ ആൾ ആരാണോ, അവിടുത്തെ മുത്തോഫ ആരാണോ, അവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ്. കാരണം ഇത് കഴിഞ്ഞ റമദാന് ശേഷം ഈ ഹജ്ജ് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് മുഹമ്മദിൽ ഉംറയ്ക്ക് പോയപ്പോൾ സാധുവായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ വന്ന് റൂമിൽ വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ റൂമിൽ ഇരുന്നോളാൻ പറഞ്ഞു. ഇയാളെ റൂമിൽ വന്ന് കയറുന്നതും വിസാരത്തിൽ ഹജ്ജിന്റെ ആളുകൾ അന്നരം ചാടി എൻ്റെ റൂമിലെത്തി. ബെഡുകൾ എണ്ണി നോക്കി. എന്തോ ഒരു ഭാഗ്യത്തിന് ഒരാൾ പുറത്തായിരുന്നു. അപ്പൊ ആ ബെഡിലെ 3 പേരെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു, അവിടെ ഇരുന്നു. അപ്പൊ എന്നെ ചോദിച്ചു നീ പത്താക്കാരാണ്? ഞാൻ പറഞ്ഞു പത്താക്കല്ല, വിസ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിസ ഒന്നിച്ചങ്ങ് കാണിച്ച് അയാളെ അവിടെ കൂട്ടി ഒരു ഇസ്മത്താടി. പക്ഷെ എന്റെ കൂടെ വന്ന ഒരാൾ ചെറിയൊരു ഇസ്മത്ത് പണി കാണിച്ചു. ഇവർ കയറി വന്നപ്പോൾ മൊബൈൽ എടുത്ത് ഇങ്ങനെ പിടിച്ചു കാണിക്കാൻ വേണ്ടിയാ വന്നു അറിയിക്കാൻ വേണ്ടി പിടിച്ചതാണ്. അത് ഒരാൾ പിടിച്ചിട്ട് അപ്പോഴേ അവനെ കോളർ പിടിച്ച് കൈക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. ഞാൻ ഓടിച്ചെന്നിട്ട് ഞങ്ങൾക്ക് അറിയില്ലാത്ത ആളാണ്, അയാൾക്ക് സുഖമില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരെ അത് ഒഴിവാക്കിയാൽ മാത്രമല്ല അയാൾ ഫോൺ മേടിച്ചിട്ട് അപ്പോഴേ ഡിലേറ്റ് ഡിലേറ്റ് സാധാരണ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു അല്ല ഗാലറി പോകണമെന്ന് പറഞ്ഞ് ഗാലറിയിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഫോട്ടോസുകളും ഇതുവരെ എടുത്ത ഫോട്ടോസുകളും മുഴുവൻ അവർ ഒഴിവാക്കിയതിന് ശേഷം ഒന്നും കൂടി തുറന്ന് നോക്കിയിട്ടാണ് തിരിച്ചു കൊടുത്തിട്ട് മേലെ പണി കാണിക്കരുതെന്ന് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു എന്ത് പണിയാണ് കാണിച്ചത്, അത് പിടിച്ചോണ്ട് പോയായിരുന്നെങ്കിൽ അന്നേരം മുതൽ ഞാൻ പറഞ്ഞു ഒരാൾ ഉമ്മമാരെ നിങ്ങൾ റിസപ്ഷനിൽ വെച്ച് സംസാരിച്ച് കിട്ടോ. മുമ്പൊക്കെ നമ്മുടെ മുമ്പിലൊക്കെ കൊണ്ടുവരായിരുന്നു, സംസാരിക്കാമായിരുന്നു. നിങ്ങൾ റിസപ്ഷനിൽ വെച്ച് ചില ആൾക്കാർ ഓങ്കായിട്ട് ഞങ്ങൾ പൈസ കൊടുത്തില്ല വന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ നിയമങ്ങൾ അറിയുന്ന ആളുകളൊന്നും സംസാരിക്കൂല. അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിപ്പോഴേ പറയുന്നതാണ് നമ്മളതൊരു കരുതൽ വേണ്ടതാണ്. അതുപോലെ നമ്മൾ 5 പേരാണെങ്കിൽ 5 പെണ്ണുങ്ങളായിരിക്കും ഒരു റൂമിലുണ്ടാവുന്നത്. 4 പെണ്ണുങ്ങളാണ് 4 ബെഡായിരിക്കും, 3 ബെഡായിരിക്കും. ഇങ്ങനെ തർത്തീബ് അവിടെ ചിത്രാക്കി തരും. ചിലപ്പോൾ നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ തൊട്ടടുത്ത റൂമിൽ തന്നെ ഉണ്ടാകും. അപ്പം അവരെയും കൂടി കൊടുക്കുമ്പോൾ അവർക്ക് വെട്ടില്ലാതാവും. അല്ലെങ്കിൽ പിന്നെ ഒന്നിച്ച് കിടക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കിടത്താൻ ഇപ്പം അവസരമില്ല. നേരത്തെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു നമ്മുടെ എല്ലാ യാത്രയും സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. നമ്മുടെ ഭീമാപ്പള്ളിയിൽ നിന്ന് നമ്മളോട് യാത്ര ചെയ്യുന്ന ആളുണ്ട്, അതുപോലെ ആലുവയിൽ നിന്നുണ്ട്, കരുനാഗപ്പള്ളിയിൽ നിന്നുണ്ട്, മറ്റുള്ള വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് എല്ലാം നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളോടൊപ്പം തന്നെ മലേഷ്യയിലും ഉള്ള ടീമുകൾ, ദുബൈയിലുള്ള ടീമുകളൊക്കെ നമ്മളോട് കൂടുന്നുണ്ട്. അള്ളാഹു എന്നൊക്കെ യാത്രയും സന്തോഷത്തിലും റാഹത്തിലും നമുക്ക് കൊടുക്കുമാറാകട്ടെ. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഉസ്താദുമാർക്ക് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിസ്കരിക്കാൻ ഇവിടെ ചെറിയ സൗകര്യമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുന്നു. അല്ല, രാത്രി 7-ാം തീയതി രാത്രി